പാടില്ലെന്നുണ്ടോ? കോമ്പറ്റീറ്ററിന്റെ അടുത്ത് ചെയ്യാലോ, അത് പ്രോബ്ലം ഇല്ലല്ലോ അല്ലെ? ഇല്ല. അഡ്വർടൈസ്മെന്റ് ഏതാ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? കേട്ടില്ല, ഒന്നുകൂടി പറയോ? അവരുടെ കീവേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താ പ്രശ്നം? കീവേഡ് പേരൊക്കെ ഏത് രീതിയിലാണ് ഉപയോഗിക്കല്? ബ്രാൻഡഡ് കീവേഡ് ആവുന്ന സമയത്ത് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തണം. കോമ്പറ്റീറ്റേഴ്സിന് നിങ്ങൾ ബ്രോഡ് മാച്ച് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവരുടെ ബ്രാൻഡഡ് കീവേഡുകൾ ആണെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തണം. ആ ആഡ് കോപ്പി ഒന്ന് എനിക്ക് അയച്ചെന്നാൽ മതി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എക്സാക്റ്റിന് പ്രശ്നമുണ്ട്. എക്സാക്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം. ബ്രോഡ് മാച്ചും മറ്റേ ബാക്കിയുള്ള മാച്ചുകളൊക്കെ ആണെങ്കിൽ കുറെ ഒക്കെ അവർ ഇതാക്കി വിടും. പക്ഷെ ബ്രാൻഡഡ് കീവേഡ് ആണെങ്കിൽ വേണമെങ്കിൽ മറ്റവർക്ക് കംപ്ലൈന്റ് ഉണ്ടാക്കാം. അതിന് വേറൊരു രീതിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾ ആഡ് കോപ്പി ഒന്ന് അയച്ചെന്നാ മതി. സാറിന്റെ നമ്പറേക്ക് വിട്ടാൽ മതിയോ? ധാരാളം, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. ഷെബിൻ സാറ് വരുന്നുണ്ട്, ഒരു 5 മിനിറ്റ് കുട്ടികളെ, 5 മിനിറ്റ്. ഇനി വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹലോ, അഭിനവ്, ശ്യാം സാറിനൊന്ന് വിളിച്ചു നോക്കാൻ പറ്റുമോ? ഒന്ന് ഫോണിൽ വിളിച്ചു നോക്കാൻ പറ്റുമോ? എന്തായാലും 5 മിനിറ്റിനുള്ളിൽ ഷെബിൻ സാറ് വരും. അപ്പൊ നിങ്ങള് വേറെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ഷെബിൻ സാറ് വരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ശരിക്കും 3:30 മണിക്ക് വെച്ചത്. കുറച്ചു കാലമായിട്ട് അഭിനവേ, നമ്മൾ ഈ ചർച്ചകൾ കട്ടായി പോയപ്പോഴേ ഇനി അത് വീണ്ടും സജീവമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു സമയം എടുക്കും. അങ്ങനെ ഇപ്പൊ 1 മാസത്തോളം ആയില്ലപ്പോ നമ്മൾ ഈ ചർച്ച കട്ട് ചെയ്തിട്ട്. ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് റോഷൻ എന്നാണ്. ഞാൻ അഭിനവിന്റെ ഫ്രണ്ട് ആണ്. എനിക്ക് അഡ്വർടൈസിങ് ഏജൻസിയാണ്. ബേസിക്കലി ഞാൻ ബ്രാൻഡ് കൺസൾട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോ ഡിസൈനിങ് ഏരിയയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോ നമ്മളൊരു ഏജൻസിയാണ്. അപ്പോ എനിക്ക് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ഒരു പാക്കേജ് ബിൽഡ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. അതായത് ഒരു സ്റ്റാൻഡേർഡ് പാക്കേജ്. അതിനനുസരിച്ച് പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ പാക്കേജ്. ഇപ്പൊ നിങ്ങള് ബ്രാൻഡിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു റിയലത്തിലേക്ക് ആദ്യം തന്നെ കയറാതിരിക്കുകയാണ് ബുദ്ധി. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി എന്താ വെച്ചാൽ, നിങ്ങൾ ബ്രാൻഡ് മാർക്കറ്റിംഗില് നിങ്ങളുടേതായ ഒരു പൊസിഷനിങ് റെഡിയാക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആണ് ബ്രാൻഡിങ്ങിൽ എന്ന് കാണിക്കുക. നിങ്ങളുടേതായ കുറച്ച് ട്യൂട്ടോറിയൽസ്, നിങ്ങളുടേതായ കുറച്ച് നോളജ് ഷെയറിങ്, നിങ്ങളുടേതായ കുറച്ച് ഡിസ്കഷൻസ്, ഇതൊക്കെ വരുത്തുക. കാരണം നമ്മൾ ഏത് സ്ഥലത്താണോ പിന്നെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോ എന്നോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ലത്തീഫിന്റെ കഴിവ് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും എനിക്ക് ഫേസ്ബുക്ക് ആഡ് അറിയാം, എനിക്ക് ഗൂഗിൾ ആഡ് അറിയാന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്ന ഒരൊറ്റ മേഖല, എനിക്ക് ഗ്രോത്ത് അറിയാന്ന് മാത്രമാണ്. ഞാനൊരു ഗ്രോത്ത് മാർക്കറ്ററാണ് ബേസിക്കലി. നിങ്ങൾ ഏത് പ്രൊഡക്റ്റിന് ഏത് പ്ലാറ്റ്ഫോം ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യണമെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നിങ്ങൾ
അതിന്റെ ഉള്ളിൽ ചില വലിയ വലിയ ഡീറ്റെയിലുകൾ ചോദിക്കണം. ഇപ്പൊ ഗൂഗിൾ ആഡ്സിൽ ഇന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇക്കതറിയില്ല. അപ്പൊ നിങ്ങൾ ബ്രാൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ, നിങ്ങളെ നീഷ് കിടക്കുന്നത് അതാ. അപ്പൊ ആ നീഷിൽ നിങ്ങൾ വ്യക്തമായിട്ട് ഒരു പാക്കേജ് ഇതുണ്ടാക്കുക. അവിടെ എന്തുണ്ടാക്കുക, നിങ്ങളവിടെ ഒരു പൊസിഷനിങ് കറക്റ്റ് ആക്കുക. ഷെബിൻ സാർ വന്നിട്ടുണ്ട് കേട്ടാ, ഷെബിൻ സാർ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു പാക്കേജിങ്, അവിടെ ഒരു പൊസിഷനിങ് കറക്റ്റ് ആക്കുക. ആ പൊസിഷനിങ് കറക്റ്റ് ആക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജുകൾ കൊടുക്കുകയായിരിക്കും നിങ്ങൾ നല്ലത്. കാരണം പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ മുന്നേ തന്നെ ആദ്യം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഒരാൾ കടക്കണം. അപ്പൊ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വസ്തുതയിൽ കഴിവുണ്ടായ ഒരു വ്യക്തിക്ക് മാത്രമേ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വസ്തുതയിലേക്ക് നമുക്ക് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ വരുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ഏത് ആഡ് ചെയ്യണമെന്നും പെർഫോമൻസ് മാർക്കറ്ററാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. പെർഫോമൻസ് മാർക്കറ്റിംഗ് തന്നെ ശരിക്കും പറഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് അവിടെ കാണിച്ചു കൊടുക്കണം എന്നാണ് ശരിക്കും അതിന്റെ പൊസിഷനിങ് പറയുക. അപ്പൊ ഞാൻ ബേസിക്കലി പറയാ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു കഴിവുള്ള ഏരിയ ഉണ്ട്, ആ ഏരിയനെ നിങ്ങൾ എന്ത് ചെയ്തോളിയും ഒരു പൊസിഷനിങ് കറക്റ്റ് ആക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പാക്കേജുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്തോളിയും നിങ്ങൾ ചിന്തിക്കായിരിക്കും ഒന്നുകൂടി നല്ലത്. മറ്റത് ഇപ്പൊ തന്നെ അതിലേക്ക് ചിന്തിക്കണ്ട. അക്ഷനും ഷെബിനും രണ്ടാളും എത്തിയിട്ടുണ്ട്. ഇനി ഗൂഗിൾ ആഡ്സിനെ സംബന്ധിച്ചും ഫേസ്ബുക്ക് ആഡിനെ സംബന്ധിച്ചും എന്തും ചോദിച്ചോളിയും, അവര് റെഡിയാണ്, ചോദിച്ചോളി. അക്ഷൻ ഭായ്. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കുറെ കാലമായി ഇതില് വന്നിട്ട്. ഷെബിൻ സാറേ, രാവിലെ എത്ര മണിയാണ് അവിടെ? ഇവിടെ 10-11 അപ്പൊ കുട്ടികളെ ചോദിക്കും, ഡൗട്ടുകളിലത് ചോദിച്ചോളി. അക്ഷൻ സാറോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഓക്കെ. ഈ ഇപ്പൊ നമ്മളിപ്പോ ഈ ചർച്ച അവസാനിപ്പിച്ചതിന് ശേഷം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഗൂഗിളിൽ എന്തൊക്കെ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുന്നു. ഗൂഗിളില് നമുക്ക് പുതുതായിട്ട് അപ്ഡേറ്റ് വന്നെന്ന് പറഞ്ഞാല് അങ്ങനെ പേരെടുത്ത് പറയാനുള്ള അപ്ഡേറ്റ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മള് ഇപ്പം ചെറിയ ചേഞ്ചസ് മെയിൻലി വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഈ യൂറോപ്യൻ കൺട്രീസിൽ വരുന്ന ചില പോളിസീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, മീൻസ് പേരെടുത്ത് പറയാനുള്ള ചേഞ്ചസ് ആയിട്ട് വന്നിട്ടുള്ളൂ. വേറെ അങ്ങനെ നമുക്ക് അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള അങ്ങനത്തെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഡിമാൻഡ് ജെൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഡിമാൻഡ് ജെൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കൊമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ആണ്. അതായത് നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ കൊമേഴ്സ് ടൈപ്പ് ഓഫ് ക്ലയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ആണ് ഡിമാൻഡ് ജെൻ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് മാക്സ് വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡിമാൻഡ് ജെന്നും ഓൾമോസ്റ്റ് ഒരു AI സെറ്റപ്പിൽ തന്നെയാണ് ആ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻലി നമുക്ക് ഡിമാൻഡ് ജെന്നിൽ ഈ പറഞ്ഞ പോലെ ഇമേജ് ആഡ്സും പിന്നെ ഇമേജിന്റെ തന്നെ കെറൂസൽ ആഡ്സ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി പെർഫോമൻസ് മാക്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓഡിയൻസ് സിഗ്നൽസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ കാറ്റഗറീസ് വെച്ചിട്ടും നമുക്ക് ഈ ഡിമാൻഡ് ജെന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡിമാൻഡ് ജെന്ന് ചെയ്യുന്ന സമയത്തോ അല്ലെ പെർഫോമൻസ് മാക്സ് ചെയ്യുന്ന സമയത്തോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മിനിമം ബഡ്ജറ്റ് നമുക്ക് അതിൽ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ വാക്കിന്റെ അർത്ഥം എന്താ? അല്ല, ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് കൊണ്ട് ഡിമാൻഡ് ജെൻ എന്ന് പറഞ്ഞാൽ നമ്മള് ലീഡ് ജനറേഷന്റെ വേറെ മോഡലാണോ? അതെ. ആ ഒരു ഡിമാൻഡ് ജനറേഷൻ, ഡിമാൻഡ് ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു സംഭവമായിരിക്കും തോന്നുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വലിയ സാധ്യത ഉണ്ടാവുമല്ലേ? അതെ. നമുക്ക് ആ ഒരു കെറോസൽ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ക്രിയേറ്റീവ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവാൻ ചാൻസസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു കാറ്റഗറിയാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ സ്പെസിഫിക് കാറ്റഗറീസിന് ഫോർ എക്സാമ്പിൾ
ഇ കൊമേഴ്സിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ഓരോ കാറ്റഗറി സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ കെറോസലോ അല്ലെങ്കിൽ ഇമേജസ് വെച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് അത് ഡിമാൻഡ് ജനറലി ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഇ കൊമേഴ്സിനാണ് മെയിൻലി. ഈ ഡിമാൻഡ് ജെൻ ആണെന്നുണ്ടെങ്കിലോ ഈ പെർഫോമൻസ് മാക്സ് ആണെന്നുണ്ടെങ്കിലും മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇ കൊമേഴ്സ് ടൈപ്പ് ഓഫ് ഇതാണ്. നിങ്ങളുടെ രണ്ടുപേരും കാഴ്ചപ്പാടില്, ഷെബിന്റെയും അക്ഷന്റെയും കാഴ്ചപ്പാടില് ഈ 2024 അവസാനത്തോട് കൂടിയിട്ട് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് കൂടുതൽ ലൈവായിട്ട് വന്നിട്ട് ഇപ്പൊ നമുക്ക് കുറെ ക്യാമ്പയിൻ മോഡലുകൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ മാനുവലായിട്ട്. ഇതൊക്കെ അവര് പതുക്കെ പതുക്കെ ഫേസ് ഔട്ട് ചെയ്യും. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമുക്കിപ്പം ഈ പെർഫോമൻസ് മാക്സ് ആണെന്നുണ്ടെങ്കിലും ഡിമാൻഡ് ജെൻ എന്താണെന്നുണ്ടെങ്കിലും നമ്മളേതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്യാനുണ്ട്. വൺസ് അത് നമ്മളെ ഒരു 100% കൊടുത്താലാണ് ബാക്കി ആ ഒരു ഗൂഗിളിന്റെ സൈഡിലുള്ള 100% നമുക്ക് കിട്ടുള്ളൂ. അതായത് നമുക്ക് അവിടെ ഓൾമോസ്റ്റ് ഒരു 20 ആസ് എൻ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 20 ഇമേജസ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡ്ലൈൻസ് എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു മീൻസ് ലാൻഡിംഗ് പേജിന്റെ എക്സ്പീരിയൻസ്, അതൊക്കെ നമുക്കൊരു ഫാക്ടറാണ്. ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്തിട്ട് ആ ആഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ് മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി സ്കോർ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു സൈഡിൽ ഗൂഗിള് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു സൈഡ് നമ്മൾ പെർഫെക്റ്റ് ആക്കിയാൽ മാത്രമാണ് ഇവരുടെ ഒരു AI സിസ്റ്റം ത്രൂ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്താ വെച്ചാൽ ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെർസെ പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഇപ്പൊ നിങ്ങളെ പോലത്തെ ആൾക്കാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന ഒരു സ്കില്ല് എന്ന് പറഞ്ഞത് ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് ക്രിയേറ്റീവ്, മൂന്നാമത്തത് പൊസിഷനിങ്. അപ്പൊ ഈ 3 കാര്യത്തിന് വലിയ സാധ്യതകൾ വരുന്നുണ്ട്. അതെ അതെ, ആ കാര്യങ്ങൾ അവർ മാക്സിമം ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അതായത് അവിടെയാണ് നമ്മളെ ഒരു മെയിൻ ഒരു സംഭവം ഉള്ളത്. ഷെബിൻ എന്ത് പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്? ഞാനത് ഇപ്പം കൃത്യമായിട്ട് ഇപ്പൊ നെക്സ്റ്റ് ഇയർ എന്തൊക്കെ ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ള കൃത്യമായിട്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് അതിനുള്ള ഡേറ്റ ഇല്ല. പക്ഷെ ഇവരുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെ പോകുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പം ഓഫ് കോഴ്സ് ഇപ്പൊ എന്ത് ചേഞ്ച് വന്നെന്ന് പറഞ്ഞാലും അവര് നോക്കുന്ന അവരുടെ സൈഡിൽ, ഇപ്പം ഗൂഗിൾ ആയിക്കോട്ടെ മെറ്റ ആയിക്കോട്ടെ, അവരുടെ സൈഡിലുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള ടെക്നോളജി വെച്ചിട്ട് ഇതിനകത്ത് ക്യാമ്പയിൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ അത് വളരെ ബേസിക് നോളജ് ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും അവർക്കും അവരുടെ ബിസിനസിനെ ഈ പറയുന്ന പ്ലാറ്റ്ഫോം വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം. ഈ ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് ഇവർ ഓരോ പുതിയ ഫീച്ചേഴ്സ് ആണെങ്കിലും. അപ്പൊ ഇപ്പം നമ്മൾ അവിടെ നോക്കേണ്ടത്, നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ കമ്മ്യൂണിറ്റിനെ മറക്കുക. കാരണം ഒരിക്കലും ഈ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് കൂടുതൽ റിസൾട്ട് കൊടുക്കാനായിട്ട് ഒരിക്കലും അവിടെ ഒരു ഫീച്ചർ കൊണ്ടുവരത്തില്ല. പകരം അവിടെ ഉള്ള സ്മോൾ സ്കെയിൽ ബിസിനസ് ഓണേഴ്സ് തൊട്ട് ബിഗ് ബ്രാൻഡുകൾ അടക്കമുള്ള അവർക്ക് മാക്സിമം റിസൾട്ട് കൊടുക്കാൻ, അതായത് ബിസിനസിന് റിസൾട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് ഓരോ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന, സോറി ടു ഇന്ററപ്റ്റ്, അവിടെ SMBകളെയും MSMEകളെയും വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വരുന്നില്ലേ? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ വരുന്ന പോയിന്റും അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് മെറ്റയുടെ നോക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ ഈ SMB ബിസിനസ് ഓണേഴ്സിന് വേണ്ടി തന്നെയുള്ള ഇഷ്ടം പോലെ കോഴ്സസ് മെറ്റ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിളിലാണെങ്കിലും പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാറുണ്ട് അവർ പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവർ ഓൺബോർഡ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഒരു സൈഡിൽ നോക്കുന്നത് എയുടെ ടെക്നോളജി ആയിക്കോട്ടെ, ഓട്ടോമേഷന്റെ അഡ്വാൻറ്റേജ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു വലിയൊരു നോളജ് ഇല്ലാത്ത ഒരാൾക്കും അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈസി ആക്കി കൊടുക്കുക. ഇതിനാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഓഡിയൻസിന്റെ ടാർഗറ്റിങ്ങിനകത്ത് വരുന്ന ചേഞ്ചസ് മറ്റു കാര്യങ്ങളും ഒരിക്കലും മെറ്റയുടെയോ മറ്റ് പ്ലാറ്റ്ഫോമിന്റെയോ ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ല. അത് ഗവൺമെന്റ് ഒരു റെഗുലേഷൻ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് അവർക്ക് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ആണ് അവരവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവര് എപ്പോഴും അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം റിസൾട്ടും അത് അഡ്വർടൈസ്മെന്റ് കാണുന്ന ആൾക്കാർക്ക് മാക്സിമം നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാക്സിമം റിലവൻസി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു വിഷനാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നമുക്ക് വരുന്നൊരു ത്രെഡ് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരാൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഫേസ്ബുക്കിൽ ചെയ്യാനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടോ അതിനേക്കാളും ഈസി ആക്കാനായിരിക്കും ഈ വർഷം ശ്രമിക്കുന്നത്.
മനസ്സിലായോ? അതായത് UI-യും UX-ഉം വളരെയധികം ഈസി ആവും അർത്ഥം. ഇത് വളരെ വളരെ ഓപ്പൺ ആയിട്ട് പറയുവാണെങ്കിൽ ഈ ബേസിക്സ് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിട്ട് ചുമ്മാ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് വെച്ചിട്ട് നമ്മളെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുവാണെങ്കിൽ നാളെ പോയി കഴിഞ്ഞാൽ ഇത് എന്താ പറയാ ഒരു 60 വയസ്സുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പോയി പറയുമ്പോഴും അത് ഞാൻ ഇന്നലെ ചെയ്തതല്ലേ എന്ന് അദ്ദേഹം പറയും. മനസ്സിലായോ? കാരണം അവർക്ക് പോലും അത് വളരെ സിമ്പിൾ ആയിട്ട് വിത്തിൻ 2 ക്ലിക്സ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറായിട്ട് അത് വരും. ഒരു രസകരമായ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിനോട് യോജിപ്പുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തിട്ട്. ഞാനിതുപോലെ എന്നാളും ഒരാൾക്ക് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞേക്ക് എന്നോട് പറഞ്ഞൊരു പോയിന്റ് എന്താ പറയുക, ഇതൊക്കെ ChatGPT കിട്ടുന്നതല്ലേ. അതായത് മനുഷ്യൻ അത്രത്തോളം ഇതിനൊക്കെ എളുപ്പമുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ അടുത്ത ഘട്ടം എങ്ങനെ, നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതായത് അതിന്റെ അടുത്ത ഘട്ടം എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന നോളജ് ഉള്ള ഒരു മനുഷ്യർക്ക് മാത്രമേ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്ന ഒരു അർഹത ഉണ്ടാവുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ. ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മെറ്റ ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ ആണെന്നുണ്ടെങ്കിലും പുതിയ ദിവസങ്ങൾ തോറും പുതിയ പല കാര്യങ്ങളും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അതായത് ആ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഓരോ മെട്രിക്സും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാതെ അത് നിന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ മാർക്കറ്റിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 1 മന്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് തന്നെയാണ് പിന്നെയും ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ താഴോട്ട് പോവുകയുള്ളൂ. അപ്പം പുതിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ അത് മാക്സിമം എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു കാര്യം. ഒരു ആഡ് ചെയ്തിട്ട് ഓക്കെ. ഇപ്പൊ ഞാൻ അതിനകത്ത് നമുക്കുള്ളൊരു ത്രെഡ് മാത്രമാണ് അഡ്രസ് ചെയ്തത്. അപ്പൊ നമുക്കത് എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നുള്ള ഒരു സൈഡിൽ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് എന്നൊന്നും പറയുന്നില്ല, നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ നമ്മൾ ആദ്യമേ നമ്മളുടെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കുക. നമ്മളുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഡ്സ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെയും ഈ പറയുന്ന ബിസിനസിന്റെയും ഇടയ്ക്കുള്ള മിഡിൽമാൻ ആണ് നമ്മൾ. ഓക്കെ, ഈ പ്ലാറ്റ്ഫോമിനും ഈ ബിസിനസ്സിനും തമ്മിലുള്ള തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് വരാനായിട്ടാണ് പ്ലാറ്റ്ഫോമിന്റെ ഓരോരോ പുതിയ ഫീച്ചേഴ്സും ശ്രമിക്കുന്നത്. ആ ഡിസ്റ്റൻസ് കുറയും തോറും നമുക്കുള്ള സാധ്യതകളും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പൊ നിലവിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സാധ്യത വേണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഈ ബിസിനസ് ഡയറക്ട്ലി ആ പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പം എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതിനേക്കാൾ ബെറ്റർ വാല്യൂസ് നമ്മൾ കൂടെ ചേരുമ്പോൾ അവർക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ അവിടെ നമുക്കൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സിന് അവരുടെ ഒരു ആഡ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കാണിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് തീർച്ചയായിട്ടും ഇപ്പൊ 100 പേര് ആഡ് കാണിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് അവിടെ ഒരു 150 200 പേര് ഇതേ ആഡ് കാണിക്കും. അപ്പൊ അവിടെ കോമ്പറ്റീഷൻ കൂടും. അപ്പൊ ഈ കൂടുന്ന കോമ്പറ്റീഷനിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ ഇതേ ഫീച്ചേഴ്സിനെ എങ്ങനെ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്ന് അവർക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് എങ്ങനെ കൊടുക്കാം? അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആദ്യമേ നമ്മൾ ചോദിക്കണം. അപ്പൊ ഓൾറെഡി ഉള്ള ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ ഇത്ര ആൾക്കാർ കൂടുതൽ വരുമ്പോൾ അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആകുമ്പോൾ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു 14 പേര് ഒരു റൂമിലുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ടേബിളിൽ ഒരു പർട്ടിക്കുലർ ഒരു ബോക്സ് ഒരു സാധനം ഉണ്ട്. അത് ഒറ്റ ബോക്സേ ഉള്ളൂ. ഈ 14 പേരിൽ ഒരാൾക്ക് മാത്രമേ ആ ബോക്സ് എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളെങ്കിൽ നമ്മൾ 14 പേര് എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ പറയുന്ന ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ബോക്സ് ആരാണോ ആദ്യം പോയി അത് എടുക്കുന്നത് അയാൾക്കാണ് അത് കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആഡിലേക്ക് വരുമ്പോഴും ചിന്തിക്കുക, നമ്മൾ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ അവിടെ ഫേസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഒരു റിസൾട്ടിന് വേണ്ടി തന്നെ വേറെ കുറെ ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്ന് എങ്ങനെ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ആ റിസൾട്ട് എടുക്കാൻ പറ്റും, അതിന് നമുക്ക് എന്തൊക്കെ ടൈപ്പ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് അല്ല ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് യുണീക്ക് ആയിട്ട് ഇവരെ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് എന്ത് പുതിയ സ്കിൽസ് പഠിക്കണം, ഇതെല്ലാം അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഏരിയ ആണ്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ആഡ് എടുത്ത് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് എന്തൊക്കെയോ ഒരു കോപ്പീസ് നമ്മൾ ChatGPT എവിടെയെങ്കിലുമൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തത് എടുത്ത് പബ്ലിഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവത്തില്ല. മനസ്സിലായോ? അതായത് നമ്മൾ അവിടെ ഈ പറയുന്ന ഗൂഗിൾ ആഡ്സിനകത്ത് തൊട്ടാണെങ്കിലും ഒരു ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും അതിനകത്ത് കീവേഡ്സ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അത് എന്താ പറയാ, പണ്ട് കാലത്ത് ഈ ടൈപ്പ് റൈറ്റിംഗിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു മോഡൽ അതുപോലെ ഔട്ട്ഡേറ്റഡ് ആയി പോവുകയാണ്. ജസ്റ്റ് ഇതിനകത്ത് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള ഒരാളായി പോകരുത് നമ്മൾ.
അതിന്റെ ഒരു പ്രോസസ്സ്, ഇപ്പൊ ഒരു ചെറിയൊരു അവയർനെസ് ക്യാമ്പയിൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ആദ്യമേ തന്നെ ചിന്തിക്കുക. എന്തിനാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് എങ്ങനെയാണ് ഈ ബിസിനസ്സിനെ അത് കണക്ട് ആവുന്നത്, ഇത്തരത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ, അത് ഫ്രഷർ ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ, നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് മാത്രം നിന്നുകൊണ്ട് നമ്മളുടെ ചിന്ത പോകാതെ നമ്മൾ കൂടുതൽ ആ ബിസിനസ് സൈഡിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനായിട്ടുള്ള സാധ്യതകൾ വരും. അപ്പൊ കൂടുതലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടും. പുതുതായിട്ട് ഇപ്പൊ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നില്ലാത്ത സൈഡിലാണെങ്കിൽ പോലും ആ മാർക്കറ്റിങ്ങിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ വരും. അങ്ങനെ പക്ക മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ നല്ലൊരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആവത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഗൂഗിൾ ആഡ്സ് മാത്രം അറിയാവുന്നതുകൊണ്ട് അല്ലെ എസ്ഇഒയിൽ കുറച്ച് ബാക്ക്ലിങ്ക്സ് അതിനകത്ത് ആദ്യം തന്നെ ഒരു പോയിന്റ് ഞാൻ പറയാം. ഒബ്സർവേഷൻ, ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഒബ്സർവേഷൻ സ്കിൽസ് ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഇത് ഈ മാർക്കറ്റിംഗിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരാളെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കാം. പക്ഷെ അയാളുടെ ബിസിനസ് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും അയാളുടെ ഇൻവോൾവ്മെന്റ് വേണ്ടി വരും. കാരണം ഒരിക്കലും ഒരു ജനറൽ ടെംപ്ലേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ അല്ല ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു കൊടുക്കാം. അതായത് ഇപ്പം ഒരു ഹെൽത്ത് കെയർ ബിസിനസ്സിനകത്ത് വരുന്ന ഒരു അപ്രോച്ച് അല്ലല്ലോ നമുക്ക് ഒരു ഇ കൊമേഴ്സിന് എടുക്കേണ്ടത്. ഇനി അതുമല്ലല്ലോ നമുക്കൊരു എഡ്യൂക്കേഷൻ ബിസിനസ് ആണെങ്കിൽ എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പം നമ്മൾ ഈ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്താണെങ്കിലും ഇപ്പം നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എടുത്ത് അവർക്ക് അവരുടേതായ രീതിയിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് മോഡലിന് അത് വർക്ക്ഔട്ട് ആവത്തുള്ളൂ. മനസ്സിലായോ? അതിലേക്ക് എത്താൻ പറ്റണം. അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സൈഡിൽ നിന്ന് ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ എഫേർട്ട് അഡീഷണൽ എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനകത്ത് നമുക്കിപ്പം ഓഫ്കോഴ്സ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും ആണെങ്കിൽ തന്നെ ലൈക്ക് ഇപ്പൊ ഒരു ബിസിനസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അബ്ദുൽ ഭായ്. അതായത് ഇപ്പൊ ഒരു ബിസിനസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ്സിന് മാർക്കറ്റിൽ ഇപ്പൊ ഒരു 10 രൂപ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അവര് 15 രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുന്ന ആള് കൂടുതൽ പേർക്കും 10 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനം 15 രൂപയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അവിടെ അവൻ ശരിക്കും മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കണം, അവൻ എന്താ സെയിൽസ് എന്ന് പഠിക്കണം, അവൻ എന്താണ് ബ്രാൻഡിങ് എന്ന് പഠിക്കണം. അത്രയും കാര്യങ്ങളിലൂടെ അവൻ പോയെങ്കിൽ മാത്രമേ ഈ 10 രൂപയുടെ സാധനം അവന് 15 രൂപയ്ക്ക് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഈ 10 രൂപയുടെ പ്രോഡക്റ്റ് തന്നെ 10 രൂപയ്ക്ക് വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ആളുടെ അത്രയും കോംപ്ലക്സിറ്റി അതിനില്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇനി മൂന്നാമത്തെ ഒരു കേസ് നമ്മൾ പറയുന്നത്, ഈ 10 രൂപയ്ക്ക് ബാക്കിയുള്ളവരെല്ലാവരും കൊടുക്കുന്ന സാധനത്തിന് 8 രൂപയ്ക്കോ അല്ലെങ്കിൽ 7 രൂപയ്ക്കോ കൊടുക്കാൻ പോകുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റിംഗ് ഒന്നും പഠിക്കണ്ട, ചുമ്മാ ആഡ് ലൈവ് ആയാൽ തന്നെ അവിടെ സെയിൽ വരും. അപ്പൊ ഈ 3 തരത്തില് മാർക്കറ്റിംഗ് ചെയ്ത് 3 പ്രൊഫഷണൽസിനെ എടുത്തു കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമുക്ക് പറയാം കൂടുതൽ കഷ്ടപ്പെട്ടത് ആദ്യത്തെ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കേണ്ടത് ഈ മൂന്ന് യൂസ് കേസിലും വന്ന ഒരു വർഷം വർക്ക് ചെയ്ത വ്യക്തികൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. അവിടെ ആ ഇന്റർവ്യൂവിൽ തീർച്ചയായിട്ടും ആ ഫസ്റ്റ് വ്യക്തിക്കാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാരണം അയാൾ മറ്റ് 2 വ്യക്തികളെക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്നു അവിടെ. അപ്പൊ അത് അയാളുടെ ബിസിനസ് ഡിമാൻഡ് ചെയ്തതുകൊണ്ടാണ്. ഇവിടെയാണ് എന്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആവാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യേണ്ട അത്ര ഏരിയ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് കവർ ചെയ്യണമെന്നില്ല. അവിടെയാണ് നിങ്ങൾ അഡീഷണൽ എഫേർട്ട് ഇടേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് ഒരു ബ്രാൻഡിങ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ബ്രാൻഡിംഗ് എന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് വെച്ച് പഠിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ബിസിനസ്സിന് നമുക്ക് ഇന്ന സാധ്യതകളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് മെറ്റാഡ്സ് മാത്രമാണ് നിങ്ങൾക്ക് നിലവിൽ റൺ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ എഫേർട്ട് ഇട്ട് ഗൂഗിൾ ആഡ്സിന്റെ ബേസിക്സ്, അതിനകത്ത് എന്തൊക്കെ ടൈപ്പ് ക്യാമ്പയിൻസ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ഓഡിയൻസ്, അതിനകത്ത് ടാർഗറ്റിംഗ് ലെവലുണ്ട്, ഇതിനകത്ത് എങ്ങനെയൊക്കെ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് നമ്മളായിട്ട് ആദ്യം ഒന്ന് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന പോലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്ത് ഇന്ന സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് പുതിയ എന്ത് കാര്യങ്ങളാണെങ്കിലും പ്രാക്ടിക്കലി നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പ് എടുത്തുള്ളൂ. അതുപോലെ ഒരു 95% കേസിലും ഒരിക്കലും ബിസിനസ് നമ്മളോട് വന്ന് പറയത്തില്ല ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ അടുത്ത ദിവസം പോലെ പഠിച്ച് അതിനകത്തുനിന്ന് റിസൾട്ട് കൊണ്ടുവരണം എന്ന്. വളരെ വളരെ യുണീക്ക് അല്ലെങ്കിൽ വളരെ സാധ്യത കുറവാണ്. മോസ്റ്റ്ലി നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആഡ്സും ഗൂഗിൾ ആഡ്സും അങ്ങനെ പറയും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള മൂന്നാമതൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ
കൂടുതൽ നിങ്ങൾക്ക് സാധ്യതകൾ തെളിഞ്ഞു കിട്ടും. ഇപ്പൊ കരിയറിന്റെ സൈഡിലാണെങ്കിലും പറയുവാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു 10 പെയ്ഡ് ആഡ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ളവരെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും ഒരു 90% ആൾക്കാർക്കുള്ള എക്സ്പീരിയൻസ് മെറ്റയിലും ഗൂഗിൾ ആഡ്സിലും ആയിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു 4-5 പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ സ്റ്റാൻഡ് ഔട്ട് ആയി. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഒരു ഫ്രീലാൻസിന്റെ ഒരു വർക്കിന് പിച്ച് ചെയ്യാൻ പോവുകയാണെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അവിടെ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ അവിടെ വളരെ ക്രൗഡഡ് ആണ്. അവിടെ മാത്രമല്ല വേൾഡിൽ എവിടെ ചെന്നാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നോക്കുക. അത് നിങ്ങളുടെ കരിയർ ലെവലിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ കാര്യത്തിനകത്താണെങ്കിലും അവിടെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ അഡീഷണൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ അഡീഷണൽ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഷെബിനോടും അക്ഷയനോടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ UAE എന്ന് പറയുന്ന സ്പെസിഫിക് കൺട്രിയിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു യൂസ് കേസ് എന്താ വെച്ചാല് ഒരുവിധം SMBകൾ പറയുന്നതാണ്. അപ്പൊ അക്ഷന് ചിലപ്പോൾ അത് പരിചയം ഉണ്ടാവും, കാരണം അവിടുത്തെ ക്ലയന്റുകളായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഷെബിന് ചിലപ്പോൾ അത് പിന്നെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം നിങ്ങൾ ഇവിടുത്തെ ക്ലയന്റുകളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കോൾ ആഡ് ഗൂഗിളില് അവർ വല്ലാതെ എടുത്ത് സ്പെസിഫൈ ചെയ്യും. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പോ ട്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റുമോ? കാരണം നമ്മുടെ ഗ്രൂപ്പിൽ പല ആൾക്കാരും വിളിച്ച് ഇങ്ങനെ ഈ വരുന്നൊരു കേസിനെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താന്ന് അറിഞ്ഞാൽ കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും. അക്ഷനും ഷെബിനും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് അത് പ്രോപ്പർ ആയിട്ട്. UAE എന്ന് പറയുന്ന സ്ഥലത്തെ ഒരുവിധം SMBകളൊക്കെ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ക്ലിയറിംഗ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയണതാണ്, ഞങ്ങൾ കൂടുതലും റൺ ചെയ്യാറ് കോൾ ആഡ് ആണെന്ന് പറയും. അപ്പൊ അവർക്ക് ഒരു വ്യക്തമായ ബാക്കിയുള്ള ആഡ് മെത്തേഡുകളെ കുറിച്ചിട്ട് അവർക്ക് ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കാറില്ല. അപ്പൊ അതിന് എന്തെങ്കിലും വല്ല അഡ്വാൻറ്റേജ് ഉണ്ടോ? ഏതെങ്കിലും യൂസ് കേസുകളിൽ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി വെച്ച് അത് ചെയ്യാൻ പറ്റുമോ? എന്താണ് അതിന്റെ ഒരു സാങ്കേതികത്വം എന്ന് പറഞ്ഞാൽ കൊള്ളാം. നമുക്കിപ്പം കോൾ ആഡ്സ് തന്നെ വേണമെന്നില്ല, അങ്ങനെയല്ല. മീൻസ് അതായത് നമുക്ക് കോൾ ആഡ്സ് പോലെ തന്നെ പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ആഡ്സ് ആണ് മീൻസ് നോർമൽ സെർച്ച് ആഡ്സ്. അത് ലാൻഡിംഗ് പേജ് നമ്മൾ പ്രോപ്പർ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾ ആഡ്സിനെക്കാട്ടും കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെർച്ച് ആഡ്സ് തന്നെ, അതായത് സെർച്ച് മീൻസ് ടെക്സ്റ്റ് ആഡ്സ് ആണ്. സോ അത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. മീൻസ് കോൾ ആഡ്സിൽ നമുക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട്. അതായത് അവിടെ മീൻസ് പ്രോപ്പർ ട്രാക്കിങ്ങിന്റെ പ്രശ്നങ്ങളും, നമുക്ക് എത്ര ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഗൂഗിളിന്റെ കോൾ ആഡ്സിൽ നമുക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അത് മാത്രമല്ല, മീൻസ് നമുക്ക് ഓരോ ഇപ്പോൾ നമുക്ക് നമ്മളെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇ-കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് മാക്സ്, അതുപോലെ തന്നെ ഡിമാൻഡ് ജെൻ ക്യാമ്പയിൻസ് ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഗൂഗിൾ ആഡ്സിൽ. സോ ആ ഒരു നമ്മൾ കാറ്റഗറി അനുസരിച്ച് നമ്മൾ പ്രോപ്പർ ഒരു പ്ലാൻ ഉണ്ടാക്കി ചെയ്യുന്നത് എന്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആവും. അതായത് നമുക്ക് കോൾ ആഡ്സിൽ തന്നെ നമ്മൾ ഇത് ചെയ്യണമെന്നില്ല. കോൾ ആഡ്സ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു ടൈപ്പ് ആണ്. എന്നിരുന്നാലും നമുക്ക് സെർച്ച് ടെക്സ്റ്റ് ആഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവും. അതുപോലെ നമ്മൾ അവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ മാക്സിമം എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം വെബ്സൈറ്റിലേക്കാണ് എല്ലാവരും ഗൂഗിൾ ആഡ്സ് അവരെ വെബ്സൈറ്റ് വിസിറ്റേഴ്സിനെ മാക്സിമം റീഡയറക്ട് ചെയ്യുന്നത് അവർ വെബ്സൈറ്റിലേക്കാണ്. അതാണ് ഇവിടെ ഒരു 90% ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന ആൾക്കാർക്കും പ്രോപ്പറായിട്ട് ഒരു റിസൾട്ട് കിട്ടാത്ത ഒരു മെയിൻ റീസൺ. അവിടെ ഗൂഗിൾ തന്നെ പറയുന്ന ഒരു മെയിൻ സംഭവമാണ്, അതായത് അവർക്ക് ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അതിൽ ആ ലാൻഡിംഗ് പേജ് തന്നെ ഒന്ന് പ്രോപ്പർ നമ്മൾ കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു സിംഗിൾ പേജ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മളുടെ മെയിൻ USPs, അതുപോലെ തന്നെ നമ്മളുടെ ടെസ്റ്റിമോണിയൽസ്, അവർക്ക് ആവശ്യമുള്ള മാത്രം ഡീറ്റെയിൽസ്, പിന്നെ മാക്സിമം കോൾ ടു ആക്ഷൻ, ദാറ്റ് മീൻസ് വാട്സപ്പ് അയക്കണോ അല്ലെങ്കിൽ കോൾ അയക്കണോ, നമ്മൾ ഒരു ഫോമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രോപ്പർ ഒരു നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലാൻഡിംഗ് പേജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഗൂഗിൾ ആഡ്സ് സെർച്ച് ആഡ്സ് എന്നാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ഏത് ആഡ്സ് എന്നാണെങ്കിലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു സംഭവമാണ്. അത് ഈവൻ യൂട്യൂബ് ആഡ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ റീഡയറക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർ ലാൻഡിംഗ് പേജിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിൽ ഒരു റിസൾട്ട് കിട്ടും.
സോ കോൾ ആഡ്സ് നമ്മൾ കോൾ ആഡ്സിൽ ഞാൻ പറഞ്ഞ പോലെ പല ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ ഒരു പ്രോപ്പർ ട്രാക്കിംഗ് നമ്മൾ എത്ര ട്രാക്ക് ചെയ്താലും ട്രാക്കിങ്ങിൽ ചെറിയൊരു ഇഷ്യൂസ് നമുക്ക് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. സോ ബാക്കിയുള്ള ആഡ്സും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. താങ്ക് യു. ഷെബിൻ ഭായിക്ക് എന്തായാലും ആഡ് ചെയ്യാനുള്ളത്? അതായത് ഞാൻ ആ UAE ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്, കോൾ ആഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസർ പറയുന്നത്. ഇപ്പൊ ഞാൻ തൊട്ട് മുന്നേ വീണ്ടും പറഞ്ഞു, നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അല്ലെ ഇപ്പൊ പറഞ്ഞ ഇതേ ഇപ്പൊ പറഞ്ഞേക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പോയതിന് തന്നെ ഒരു റിമൈനിങ് ബാലൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചാലഞ്ചസും ആണ് ഇനി നമ്മൾ ഈ പറയുന്ന 2024 മുന്നോട്ടാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യാനും പോകുന്നത്. അതായത് ഓൾറെഡി നമുക്ക് അവിടെ കോൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവിടെ ഉണ്ട്. ഓക്കെ, അത് ചെയ്ത കുറെ ആൾക്കാർക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നില്ല. ഇവിടെയാണ് ശരിക്കും പറയുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലിൽ അയാളുടെ യഥാർത്ഥ സ്കിൽ, അയാളെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ചിന്തിക്കുക, ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ ടൈപ്പ് ബിസിനസ്സുകൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ നിലവിൽ ഈ ഒരു ഫീച്ചർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ സ്മോൾ സ്കെയിൽ ബിസിനസ് തൊട്ട് വലിയ ലാർജ് ബ്രാൻഡുകൾ വരെ അവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് ചിന്തിക്കേണ്ടത് നമ്മളുടെ ബിസിനസ് ഇവിടെ ഏത് കാറ്റഗറി വരുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ ചിന്തിക്കുക. വീണ്ടും ഞാൻ ആ നേരത്തെ ആ എക്സാമ്പിൾ തന്നെ പറയുന്നത് 3 യൂസ് കേസിലായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ നമ്മൾ ഒരു അഡ്വർടൈസർ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പ്ലാറ്റ്ഫോമിന്റെയും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അതിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് മാക്സിമം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഗൂഗിൾ ആഡ്സിന്റെ ഒരു കേസ് വരുവാണെങ്കിൽ ആക്ച്വലി ഇപ്പൊ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലാൻഡിംഗ് പേജ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു 22 പേരുണ്ട്, നമ്മൾ 22 പേര് ഒരു പർട്ടിക്കുലർ കീവേഡ് സെർച്ച് ചെയ്യുകയാണ് ഒരേ ലൊക്കേഷനിൽ ഇരുന്നുണ്ട്. ഈ 22 പേരിൽ ആരെയാണ് എന്ന് പറയുന്ന ഒരു ബിസിനസിന്റെ ആഡ് കാണിക്കേണ്ടതെന്ന് ഗൂഗിൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു അൽഗോരിതം ഉണ്ട്. അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ് ഒന്ന് നമ്മളുടെ ഒരു ബയർ പേഴ്സോൺ വരും. അത് നമ്മളുടെ പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഗൂഗിൾ കൺസിഡർ ചെയ്യും. നമ്മൾ ഇതിനകത്ത് ഏത് ഇൻട്രസ്റ്റിനകത്ത് അല്ലെങ്കിൽ നമ്മളെ സെലക്ട് ചെയ്തേക്കുന്ന നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏത് ഓഡിയൻസ് ബക്കറ്റിനകത്ത് വരുന്നെന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ അവിടെ ഉണ്ടാവും. രണ്ടാമതായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത കീവേഡിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ടേംസ് വരും. ഇപ്പൊ നമ്മൾ എല്ലാവരും എക്സാക്ട് ഒരു കീവേഡ് ആയിരിക്കത്തില്ല, ബട്ട് ഇപ്പൊ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഫ്രേസ് മാച്ചിലാണോ കണക്ട് ആവുന്നത്, അതോ എക്സാക്ട് മാച്ചിലാണോ കണക്ട് ആവുന്നത്, അതോ ബ്രോഡ് മാച്ചിലാണോ നമ്മൾ ആ ഒരു സെർച്ച് ചെയ്തേക്കുന്ന കീവേഡ് ട്രിഗർ ആവുന്നത് നോക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട എക്സാക്ട് ഇത് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഇപ്പം അബ്ദുൾ ബായ് ഒരു കീവേഡ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ട്, അബ്ദുൾ ബായ്ക്ക് വേണ്ട എക്സാക്ട്ലി എക്സ്പെക്ട് ചെയ്യുന്ന സാധനം എന്താണെന്ന് ഗൂഗിൾ മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കും. പറഞ്ഞ മനസ്സിലായോ? അതായത് ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അബ്ദുൾ ബായ് മുമ്പ് റെന്റിനുള്ള ഫ്ലാറ്റുകൾ സെർച്ച് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും. സെർച്ച് ഹിസ്റ്ററി നോക്കുമ്പോൾ റെന്റ് ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. അക്ഷൻ നോക്കുന്നത് കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റ് മേടിക്കാനായിട്ടുമാണ് നോക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഗൂഗിളിന്റെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അബ്ദുൾ ബായ് നോക്കുന്നത് റെന്റ് ചെയ്യാനായിട്ടും അക്ഷൻ നോക്കുന്നത് മേടിക്കാനുമായിട്ടാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാൻ പോകുന്ന റിസൾട്ടിനകത്ത് കസ്റ്റമൈസേഷൻ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനേക്കാളും നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും ചിന്തിച്ചതിനേക്കാളും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ അവിടെ ഗൂഗിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ വളരെ നേരെ നമ്മൾ പോയിട്ട് ഒരു കോളാഡ് എന്ന് പറയുന്ന ഒരു ആഡ് ചെയ്യുവാണെങ്കിൽ അവിടെ ഗൂഗിളിന് ഒരുപാട് ഈ ഗൂഗിളിന്റെ ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സിനെ നമ്മൾ ഒരുപാട് ലിമിറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ചെയ്യുന്നത്. കാരണം ഒരാളെ ഒരു ആഡ് ക്ലിക്ക് ചെയ്ത് ആ ആഡ് കണ്ട് ലാൻഡിംഗ് പേജിലേക്ക് പോയി ദെൻ ലാൻഡിംഗ് പേജിൽ നിന്ന് അയാൾ ഒരു പർട്ടിക്കുലർ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ ഗൂഗിളിന് കൂടുതൽ ഇൻസൈറ്റ്സ് അവിടെ കിട്ടുകയാണ്. ഇപ്പൊ ലാൻഡിംഗ് പേജിൽ പോയി ആദ്യത്തെ 3 സെക്കൻഡിൽ തന്നെ ഡ്രോപ്പ് ഔട്ട് ആയി പോയി, അല്ലെ ആ പേജ് ലോഡ് ആകുന്നതിന് മുന്നേ തന്നെ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്നവരെ തൊട്ട് ആ പേജിൽ 1 മിനിറ്റ് നിന്ന് ഒരു പർട്ടിക്കുലർ ആക്ഷൻ എടുത്തവരും എടുക്കാതെ പോകുന്നവരും ഇതെല്ലാം ഗൂഗിളിൽ കിട്ടുന്ന ലേണിങ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ അവിടെ നിന്നും ഗൂഗിളിൽ വീണ്ടും ഫർദർ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും വാല്യൂ തരുന്നത് അല്ലെങ്കിൽ ഈ ബിസിനസ്സിന് ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആരാണ്, അത് നമ്മൾ പോലും അറിയാത്ത ഒരു ബയർ പേഴ്സോണ ഗൂഗിളിന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? ഈ പറയുന്ന ബയർ പേഴ്സോണനെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് നമ്മുടെ ക്യാമ്പയിന് ഡേറ്റ കൂടുന്തോറും ലേണിങ്സ് കൂടുന്തോറും ഗൂഗിൾ അവിടെ ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് കൂടുതൽ നല്ല റിസൾട്ടുകൾ ഗൂഗിൾ ആഡ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ അവിടെ ഗൂഗിളിൽ ഉള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഓഡിയൻസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ടാർഗറ്റിങ്ങും ബെറ്റർ ഒപ്റ്റിമൈസേഷനും നമുക്ക് ഇപ്പൊ മെറ്റ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം നമുക്ക് തരും. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലേണിംഗ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. ആസ് എ അഡ്വർടൈസർ നമ്മൾ ചെയ്യേണ്ട കാര്യം അത്രേ ഉള്ളൂ. ഈ പ്ലാറ്റ്ഫോമിന് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡേറ്റ അവർക്ക് ലേൺ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക.
അപ്പൊ ഇവിടെ നമ്മൾ കോൾ ആഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ആഡ് കണ്ടു, ആ ആഡിൽ നിന്ന് അവരെടുക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് കോളാണ്. ഏതൊരു കോൾ കണക്ട് ആവുക അല്ലെങ്കിൽ കോൾ ഡ്രോപ്പ് ആവുക. അവിടെ കോളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ മേ ബി അവർ അതും കേൾക്കുന്നുണ്ടാവും, പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒപ്റ്റിമൈസേഷനൊന്നും നിലവിൽ അത്രയും ചെയ്യുന്നതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ആക്ച്വലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കോളിലുള്ള കോൺവെർസേഷനെ ബേസ് ചെയ്തിട്ട് ആഡ് ഒപ്റ്റിമൈസ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ബട്ട് ഇപ്പൊ ഒറ്റവാക്കി പറയുവാണെങ്കിൽ കോളാഡ് എന്ന് പറയുന്നതിനേക്കാൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാമ്പയിനിൽ നിന്ന് എത്രമാത്രം നമുക്ക് ആവശ്യമുള്ള റിലവന്റ് ഡേറ്റ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോമിന് ലേൺ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ പോസിബിലിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന മീഡിയ പ്ലാനിങ്ങിൽ തന്നെ ഡിസൈൻ ചെയ്യേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ കാര്യമാണ്. ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ചിന്തിക്കേണ്ടത് എത്രമാത്രം ഫസ്റ്റ് ഡേറ്റ നമുക്ക് എങ്ങനെ ഈ ക്യാമ്പയിനിലെ മാക്സിമം ട്രെയിൻ ചെയ്യാൻ പറ്റും. സെയിം ടൈമിൽ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഇതേ കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നിങ്ങൾ ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അത് നിങ്ങളുടെ മാനേജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയന്റ് ആയിക്കോട്ടെ, ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിന് നമ്മൾ അതിന്റെ ഏറ്റവും മാക്സിമം റിസൾട്ട് എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് എടുക്കേണ്ടത്. അപ്പൊ ഗൂഗിൾ ആഡ്സ് 2 ആഴ്ച ഗൂഗിൾ ആഡ്സ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ക്യാമ്പയിൻസ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പോയി ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ 2 ആഴ്ച കൊണ്ട് ഗൂഗിളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന അക്കൗണ്ട് ആണെങ്കിൽ പറയണ്ട. പുതിയതായിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഒരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഒക്കെ എടുത്ത് ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് മിനിമം ഒരു 3 to 4 വീക്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഒരു നല്ല ലേണിങ്സ് കിട്ടാനായിട്ട്. ബട്ട് അതിനുശേഷം ആ 4 ആഴ്ച നിങ്ങൾ നല്ല ഒരു ഡേറ്റയാണ് ഗൂഗിൾ ആഡ്സിൽ ട്രെയിൻ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഗൂഗിൾ ക്യാമ്പയിനെ തിരിഞ്ഞു നോക്കണ്ട, നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഒപ്റ്റിമൈസ് ആയി വന്നോളും. അപ്പൊ എങ്ങനെയാണ് ഒരു പ്ലാറ്റ്ഫോമിന്റെ സ്വഭാവം എന്ന് പഠിച്ചിട്ട് അതിനോട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു വാല്യൂസ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് എടുക്കേണ്ടത്. ഇവിടെ എനിക്ക് ഷെബിൻ പറഞ്ഞോട് 1-2 പോയിന്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. എന്താന്ന് വെച്ചാല് ഇവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഗൂഗിൾ എപ്പോഴും ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാന്നാണ് ഗൂഗിളിന്റെ ഒരു ഇത്. ദാറ്റ് മീൻസ് ഈവൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതായത് ഗൂഗിളിന് പല ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ഗൂഗിളിന്റെ പ്രൊഡക്ട്സിന് ഗൂഗിൾ തന്നെ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന അക്കൗണ്ട്സ് നിങ്ങൾ മീൻസ് ഗൂഗിളിന്റെ തന്നെ സ്പോൺസേർഡ് ആയിട്ടുള്ള ഗൂഗിൾ സെർച്ച് ആഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൂഗിളിന്റെ പ്രൊഡക്ട്സിന് തന്നെ. ഈവൻ നമ്മളൊരു ഗൂഗിളിന്റെ ഒരു കോമ്പറ്റീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ആഡ് ഗൂഗിളിനെക്കാട്ടും റെലവൻസ് സ്കോറും അല്ലെങ്കിൽ ക്വാളിറ്റി സ്കോറും ഉണ്ടെങ്കിൽ ഗൂഗിൾ നമ്മളെ ആഡ് ഷോ ചെയ്തതിന് ശേഷമാണ് 2nd or 3rd പൊസിഷനിലാണ് ഗൂഗിൾ നമ്മളെ ലാൻഡിംഗ് പേജിനെക്കാട്ടോ അല്ലെങ്കിൽ നമ്മളെ ആഡ് സ്ട്രെങ്ത്തിനെക്കാട്ടോ കുറവാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മേ ബി ചിലപ്പോൾ ഗൂഗിളിന്റെ ആഡ്സ് 2nd പൊസിഷനിലോ അല്ലെങ്കിൽ 3rd പൊസിഷനിലോ ആണ് കാണിക്കുക. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ റെലവൻസ് സ്കോർ അല്ലെങ്കിൽ ക്വാളിറ്റി സ്കോർ ആഡ് സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. ഈവൻ ഗൂഗിളിന്റെ ആഡ് ആണെങ്കിൽ പോലും നമുക്ക് അതിനെക്കാട്ടും മേലെ ആഡ് സ്ട്രെങ്തോ ആഡ് ക്വാളിറ്റി സ്കോറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ കാണിക്കുക. പിന്നെ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ ഷെബിൻ പറഞ്ഞോട് ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കോൾ ആഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈവൻ നമുക്ക് ഒരു റീമാർക്കറ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിബിൾ അല്ല. ഈവൻ അവർ ഒരു ലാൻഡിംഗ് പേജിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു ഓഡിയൻസിനെ മെറ്റാ ത്രൂ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ത്രൂ തന്നെ നമുക്ക് റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒരു ക്വാളിറ്റി സ്കോറിന്റെ ബേസിലാണ് നമ്മളുടെ ഗൂഗിൾ ആഡ്സിൽ കീവേഡ്സിന്റെ ബിഡ് റേറ്റ് അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ആ ക്വാളിറ്റി സ്കോറിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആഡ് റെലവൻസ്, ആഡ് സ്ട്രെങ്ത്, പിന്നെ ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഈ കോൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസിന്റെ കാര്യങ്ങൾ അവിടെ കട്ടാവും. അപ്പം ആ ഒരു കട്ടാവുന്നതിനനുസരിച്ച് നമ്മളുടെ ക്വാളിറ്റി സ്കോർ പിന്നെ ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ആഡ് സ്ട്രെങ്ത്തിന്റെ ബേസിലാണ്. ആഡ് സ്ട്രെങ്ത്തിന്റെ ബേസിൽ പിന്നെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ക്വാളിറ്റി സ്കോർ കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് കോൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി സ്കോർ കുറയുന്നതിന്റെ ബേസിൽ നമ്മളുടെ കീവേഡിന്റെ കോസ്റ്റ് നമ്മൾ നോർമൽ സെർച്ച് ആഡ്സ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ച് ടെക്സ്റ്റ് ആഡ്സ് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഒന്ന് കൂടുതലായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി മീൻസ് പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉള്ള കാര്യമാണ് ഗൂഗിൾ ആഡ്സിൽ. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കീവേഡിന്റെ ബിഡ് റേറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് പല ആൾക്കാരും എന്നോട് മീൻസ് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ
കൂടുതൽ ബിഡ് റേറ്റ് വെച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ആഡ്സ് ഫസ്റ്റ് ഷോ ചെയ്യാത്തതെന്ന് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരുവിധം ഗൂഗിൾ ആഡ്സിന്റെ ഡൗട്ട് വരുന്ന സമയത്തൊക്കെ എനിക്ക് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ കൂടുതൽ ബിഡ് റേറ്റ് വെച്ചു, എന്തുകൊണ്ട് എൻ്റെ ആഡ്സ് ഫസ്റ്റ് ഷോ ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ബിഡ് റേറ്റ് വെക്കുന്നതിലല്ല ആഡ്സ് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം കൊണ്ടും ബെസ്റ്റ് റിസൾട്ട് ആണോ, അതായത് നമുക്കൊരു ബെസ്റ്റ് ലാൻഡിംഗ് പേജ് ഉണ്ടോ, ആ ഒരു ലാൻഡിംഗ് പേജിൽ ബെസ്റ്റ് സ്പീഡ് ഉണ്ടോ, ലാൻഡിംഗ് പേജിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ, പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഡ് സ്ട്രെങ്ത് എബവ് എവറേജ് ആണോ, പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള കീവേഡ്സും നമ്മളുടെ ഹെഡ്ലൈൻസും തമ്മിൽ എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണ്, അതിൻ്റെ ഒക്കെ ബേസിലാണ് ഈ ഒരു കീവേഡിന്റെ ബിഡിന്റെ കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഈവൻ നമ്മളൊരു 15 കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു 8 കൊടുത്ത ആൾക്കാർക്ക് നമ്മളെക്കാട്ടും ഈ റെലവൻസ് സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആഡായിരിക്കും ഫസ്റ്റ് പൊസിഷനിൽ കാണിക്കുക. സോ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് പ്യൂർലി ആ ഒരു നിങ്ങൾ കൂടുതൽ കോസ്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ബിഡ് ഹൈ എമൗണ്ട് ബിഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ആഡ്സ് ഫസ്റ്റ് ഷോ ചെയ്യില്ല. ഓക്കെ, താങ്ക് യു. ശ്യാം സാർ ലൈനിലുണ്ടോ? ശ്യാം സാറേ, സാറില്ലേ? ആ സാറേ, ഈ പിന്നെ കുക്കികളെ ട്രാക്ക് ചെയ്യണത് എന്തോ ഗൂഗിളില് ജനുവരി 4 മുതൽ എന്തോ കുറച്ച് പിന്നെ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് എന്തോ പറഞ്ഞു. അതിനെ കുറിച്ച് വല്ല എന്തെങ്കിലും ഒരു ഐഡിയ തരാൻ കഴിയുമോ? റെസ്ട്രിക്ഷൻ കുക്കികളൊക്കെ റിമൂവ് ചെയ്യണമെന്ന് റിമൂവല്ല. ഈ നമ്മുടെ പൊതുവെ ഈ ഗൂഗിള് മിക്ക എല്ലാ സൈറ്റുകളും ഏതെങ്കിലും വിധത്തിൽ കുറച്ച് കുക്കീസ് വെക്കുന്നുണ്ട്, എല്ലാ സിസ്റ്റത്തിലും വെക്കുന്നുണ്ട്. അപ്പൊ അത് ഓൾറെഡി ആദ്യം യൂറോപ്യൻ യൂണിയനിലും പിന്നെ ഈ അമേരിക്കയിലൊക്കെ കാലിഫോർണിയയിലൊക്കെ അതിനെതിരെ കുറെ റൂളുകൾ വന്നിട്ടുണ്ട്. ഈ ആളുകളുടെ കൺസെന്റ് ഇല്ലാതെ കുക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടെക്സ്റ്റ് ഫയലാണ്, ഒരു ചെറിയ കുഞ്ഞു ഫയലാണ്, 1 KB 2 KB ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ സമ്മതമില്ലാതെയാണ് നമ്മളുടെ ഫയലിൽ അവരൊരു നമ്മുടെ സിസ്റ്റത്തിൽ അവരൊരു ഫയൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെ റൂൾ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് യൂറോപ്യൻ യൂണിയനിൽ കുറച്ച് മുമ്പേ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മൾ കാണുന്നുണ്ട് മിക്കവാറും സൈറ്റുകൾ എടുക്കുമ്പോൾ തന്നെ ഒരു കൺസെന്റ് ഫോം ചോദിക്കില്ലേ, ഈ സൈറ്റ് കുക്കീസ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അലോ ചെയ്യുന്നുണ്ടോ, ഇത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾക്ക് വേറെ മാർഗമില്ല, നമ്മൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പൊ ആ കുക്കി നമ്മുടെ സിസ്റ്റത്തിൽ അവൻ സൂക്ഷിക്കും. വേറെ ഉപദ്രവമൊന്നുമില്ല, അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് കുക്കീസ് വേണം. അപ്പോ ഈ 24 തീയതി ആണോ ഡേറ്റ് ഓർമ്മയില്ല, എന്തായാലും 2024 ജനുവരിയില് തുടക്കം തുടങ്ങിയോ 14 തീയതി ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റോട് കൂടി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവും. അതായത് എസ്പെഷ്യലി ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, ഗൂഗിളിന്റെ ആഡ്സുകൾ കാണിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഇത്തരം കുക്കീസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൺസെന്റ് ഫോം കാണിക്കണം. ഓൾറെഡി ആഡ്സെൻസ് ഉപയോഗിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചു കാണും, അവർക്കൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവും, നോട്ടീസ് വന്നിട്ടുണ്ടാവും, ഇമെയിലൊക്കെ വന്നിട്ടുണ്ടാവും. വലിയ ഇമ്പാക്ട് ഒന്നും തോന്നുന്നില്ല. ഇത് ഇപ്പോൾ ഉള്ളത് പോലെയൊക്കെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ സാറേ, ഈ പാരസൈറ്റ് SEOനെ കുറിച്ചിട്ടൊന്ന് സാർക്ക് ചെറിയൊരു ഐഡിയ തരാൻ പറ്റുമോ? പാരസൈറ്റ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി അത് എന്താണ് അങ്ങനെയെന്ന് അറിയില്ല. ബേസിക്കലി അതാണ് ശരിയായ ബാക്ക്ലിങ്കിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് 100% പറയാൻ പറ്റില്ലെങ്കിലും ശരിയായ ബാക്ക്ലിങ്ക് നമ്മുടെ ബാക്ക്ലിങ്ക് എന്നുള്ള ആ വാക്കാണ് കുറച്ച് കൺഫ്യൂഷൻ ഈ SEO വേൾഡില്. ഇപ്പൊ എക്സാമ്പിൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റില് നമ്മളുടെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു കോഴ്സ് നടത്തുന്ന ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ശരിക്കും ഈ നമ്മുടെ സൈറ്റ് SEO ചെയ്യണത് എന്തിനാ? ആ ഒരു കോഴ്സിന്റെ കാര്യം ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ സൈറ്റ് ടോപ്പിൽ വരിക, ഇതാണല്ലോ. ഈ SEOന്റെ ഒരു ബാക്കിയാണ് ഈ ബാക്ക് ലിങ്ക് എന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ബാക്ക് ലിങ്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മളുടെ സൈറ്റിലേക്ക് ഒരു ലിങ്ക് കൊടുക്കണം. തെറ്റൊന്നുമില്ല, ഇത് കറക്റ്റ് കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ നേരെ മറിച്ച് ഇതേ ചിന്താഗതിനെ തന്നെ ഞാൻ മറ്റൊരു വിധത്തിൽ ഇപ്പോ ലത്തിമാരുടെ അടുത്ത് പറയുന്നു. അതായത് നമ്മളുടെ സൈറ്റ് ഗൂഗിളിലെ ടോപ്പിൽ വരുമ്പോൾ നമ്മൾക്ക് ബിസിനസ് കിട്ടും, കറക്റ്റ് ആണ്. ഇനി
നമ്മളുടെ സൈറ്റിനെ തന്നെ ബലം വരുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ലിങ്ക് ഇടുന്നതിന് പകരം നെറ്റിൽ ആൾക്കാർ സെർച്ച് ചെയ്താൽ ഇതേപോലെ തന്നെ ടോപ്പിൽ വരാൻ സാധ്യതയുള്ള മറ്റ് വെബ്സൈറ്റുകളിലും എനിക്ക് ആർട്ടിക്കിൾസ് ഇടാനും. എക്സാമ്പിൾ, കേരളത്തിലെ ടോപ്പ് ആയിട്ടുള്ള ജാവയുടെ ട്രെയിനിങ് അല്ലെങ്കിൽ SEOയുടെ ട്രെയിനിങ് എന്ന് സെർച്ച് ചെയ്താൽ എനിക്ക് ബിസിനസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി അത് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ ടോപ്പിൽ വരുന്ന പേജുകളിൽ എന്നെ കുറിച്ചുണ്ടായ പോലെ എന്റെ സൈറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമാണ് ഇല്ലല്ലോ. അപ്പോ ഒരേ സമയം തന്നെ എനിക്ക് വേണമെങ്കിൽ എന്റെ സൈറ്റിൽ ചെയ്യണം, അതൊരു കേസ്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ലിങ്ക്ഡിനിൽ എനിക്ക് ആർട്ടിക്കിൾ എഴുതാനോ. അപ്പോ ആരെങ്കിലും സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ലിങ്ക്ഡിനിലെ ആർട്ടിക്കിളാണ് കാണിക്കണമെന്നുണ്ടെങ്കിലും എഫക്റ്റീവ്ലി അത് ആർക്കാ ഗുണം? എനിക്ക് തന്നെയാ ഗുണം. ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ് എന്നെ കുറിച്ച്. ആ ആർട്ടിക്കിളിൽ നിന്ന് എന്റെ സൈറ്റിലേക്ക് ഒരു ബാക്ക്ലിങ്ക് കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ സിസ്റ്റം ഒന്ന് നോക്കി, ഞാൻ ആക്ച്വലി യൂസ് ചെയ്തത് ലിങ്ക്ഡിന്റെ അതോറിറ്റിയാണ്. ആ സൈറ്റിന്റെ അതോറിറ്റിയാണ് ഞാൻ യൂസ് ചെയ്തത്. എന്റെ സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ ഇട്ട് ടോപ്പ് ആവുന്നതിനേക്കാളും ഞാൻ യൂസ് ചെയ്തത് അവരുടെ അതോറിറ്റിയാണ്. ബേസിക്കലി മറ്റുള്ളവരുടെ സൈറ്റിലെ ആർട്ടിക്കിൾസ് ഇട്ട് ആ കണ്ടന്റ്സുകൾ ആ സൈറ്റിൽ റാങ്ക് ചെയ്യിക്കുന്നതിനാണ്. അത് മറ്റുള്ളവരുടെ സൈറ്റില കയറിയിട്ട് നമ്മുടെ SEO പരിപാടി അവരുടെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് അവരുടെ അതോറിറ്റി, അവരുടെ പ്രോഡക്റ്റ്. ആക്ച്വലി നമുക്ക് ഒന്നും വേണ്ട, ഇൻഫ്രാസ്ട്രക്ചർ പോലും വേണ്ട. ലിങ്ക്ഡിനിലെ ആർട്ടിക്കിൾ എന്നത് നമുക്ക് ആദ്യം എന്താ വേണ്ടത്? നമുക്കൊന്നും വേണ്ട. ആ സൈറ്റിന്റെ അതോറിറ്റി കിട്ടുകയും ചെയ്യും. അതാണ് ബേസിക്കലി പാരസൈറ്റ് SEO എന്ന് പറഞ്ഞത്. പക്ഷെ അത് എഫക്റ്റീവ്ലി ഏറ്റവും നോർമൽ രീതിയിൽ SEO ചെയ്യുന്നവർക്ക് കുറച്ച് വേറിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം അതാണ്. നമ്മുടെ സൈറ്റിന്റെ ബാക്ക് ലിങ്ക് ബിൽഡ് ചെയ്യുകയും ചെയ്യാം, റെപ്യൂട്ടേഷൻ കൂടെ. ഓക്കെ, താങ്ക് യു സർ. ഷഫീഖ് സാർ, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഷഫീഖ് സാർ, ഹലോ. സോറി, ഞാൻ അറിയാതെ മ്യൂട്ടിലിട്ട് പോയിട്ടാണ്. കേൾക്കുന്നുണ്ടോ? നോ പ്രോബ്ലം. ഉണ്ട് സാർ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു SEOയുടെ കാര്യം പറഞ്ഞപ്പോഴേ ശ്യാംഭായി SEOയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ. ഇപ്പൊ ഞാനൊരു എന്റെ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരു ആഡ് കാണുമെന്ന് വിചാരിച്ചു, അല്ലെ എന്റെ ഒരു വെബിനാറിനെ കുറിച്ച് ഒരു ആഡ് കാണുകയാണ്. എന്നെ ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണ്, ആദ്യമായിട്ടാണ് എന്നെ കുറിച്ച് അവരറിയുന്നത്. അപ്പോ ആ ഒരു നിമിഷം ആ വ്യക്തിക്ക് ഈ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഈ ട്രെയിനിങ്ങോ ഈ ഒരു വെബിനാറോ ജോയിൻ ചെയ്യേണ്ടതുണ്ടോ, ചെയ്താൽ വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നൊന്നും ജഡ്ജ് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനകത്തുള്ള ഇൻഫർമേഷൻ അവൈലബിൾ, എന്റെ ക്ലെയിംസ്, എന്റെ അവകാശവാദങ്ങൾ എന്താണോ അത് മാത്രമേ അവിടെ ആൾക്ക് ജഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സിഗ്നലുകളുള്ളൂ. അതേസമയം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാണ്, ഇത് ഷെഫീഖിന്റെ വെബിനാർ അല്ലേ, ഷെഫീഖിന്റെ ട്രെയിനിങ് അല്ലേ, അത് നല്ല ട്രെയിനിങ്, നല്ല വെബിനാറാണ്, നിങ്ങൾ കയറിക്കോളൂ, വാല്യൂ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇൻഫ്ലുവൻസ് മാറുക, ആ ജഡ്ജ്മെന്റ് മാറുക. ആ വ്യക്തി എന്താണോ എന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് അതുവരെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അത് ഇൻസ്റ്റന്റ്ലി മാറുക. പിന്നെ കുറച്ചും കൂടെ ഈസി ആവുകയാണ് ഒരു തീരുമാനം എടുക്കുക. അപ്പൊ ഇതൊരു ഹ്യൂമൻ ബിഹേവിയർ ആണ്. ഈ ഹ്യൂമൻ ബിഹേവിയറിനാണ് അതോറിറ്റി, ഇൻസ്റ്റന്റ് അതോറിറ്റി വരിക എന്നുള്ളതാണോ? എക്സാക്ട്ലി. അതായത് ഈ ഹ്യൂമൻ ബിഹേവിയറിനാണ് ഏത് റിസൾട്ട് ആണ് ഒരു സെർച്ച് ക്വയറിക്ക് കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ, അത് ഓട്ടോമേറ്റ് ചെയ്യാൻ ഗൂഗിൾ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്. ഇതേ കോൺസെപ്റ്റ്. അതായത് ഇവിടെ ഒരാൾക്ക് മില്യൺ കണക്കിന് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഓരോ ചോദ്യങ്ങൾക്കും കാണിച്ചു കൊടുക്കാൻ മില്യൺ ഉത്തരങ്ങളുണ്ട്. അപ്പൊ ഈ ഓരോ മില്യൺ ചോദ്യങ്ങൾക്കും ഏതൊക്കെ ഉത്തരങ്ങളാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക എന്ന് തീരുമാനിക്കാൻ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം വേണം. മാനുവൽ സിസ്റ്റം പറ്റൂല, പോസിബിൾ അല്ല. അപ്പൊ ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ആ ചോദ്യത്തിന്റെ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഏത് ഉത്തരമായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സിഗ്നലുകൾ ഗൂഗിളിന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന ഫാക്ടർ, അതായത് ഇപ്പോ എന്നെ പറ്റി എന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് എന്റെ ആഡ് കണ്ട ആൾക്ക് മറ്റേ ഫ്രണ്ട് കൊടുത്ത സിഗ്നലാണ് എന്റെ കോണ്ടന്റ് വാല്യബിൾ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ ഈ എന്റെ ആഡ് കണ്ട ആളെ സഹായിക്കുന്നത്. അതുപോലെ ഒരു വെബ്സൈറ്റിനകത്തുള്ള ഇൻഫർമേഷൻ
ഒരു സെർച്ച് ക്വയറിക്ക് പറ്റിയ ഏറ്റവും വാല്യുബിൾ ഇൻഫർമേഷൻ ആണോ അല്ലേ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സിഗ്നലുകളാണ് ഗൂഗിളിന് വേണ്ടത്. അപ്പൊ അതിന് ഒരു സിഗ്നലാണ് ബാക്ക് ലിങ്ക്. അതായത് ആ വെബ്സൈറ്റിനെ കുറിച്ച് വേറൊരു വെബ്സൈറ്റ് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ അകത്ത് ഞാൻ ഇതാ SEOന്റെ ഇന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ തരികയാണ്. ഇനി ഇതിലെ ഇന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം, ഇവരെ ഇൻഫർമേഷൻ വളരെ വാല്യുബിൾ ആണ്, അങ്ങോട്ട് പോയി നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ഒരു സിഗ്നൽ കിട്ടുകയാണ്, ആ ലിങ്ക് കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിലെ ഇൻഫർമേഷനെ കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ജഡ്ജ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഗൂഗിളിന്. അപ്പൊ ഇതുപോലെയാണ് ഗൂഗിൾ ഒരു സൈറ്റിന്റെ ക്വാളിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന് ഒരുപാട് സിഗ്നലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിഗ്നലുകൾ എന്തൊക്കെയായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ആ സിഗ്നലുകൾ എങ്ങനെയൊക്കെയാണ് ഗൂഗിളിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ പല വിധത്തിലുള്ള ടാക്ടിക്സ് ആണ് ഈ പറഞ്ഞ ഓരോ പേരിൽ വരുന്ന സംഗതികൾ. അറ്റ് ബേസ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഇതാണ്. താങ്ക് യു പോയിന്റ് ക്ലിയർ ആയി. SEOയുടെ ആൾക്കാരോട് ഒക്കെ കൂടി ഒരു ചോദ്യം ചോദിക്കുകയാണ് എല്ലാവരും. ഒരു മിനിറ്റ് ശ്രീഹരി ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി ഞാൻ കണ്ടിട്ടില്ല സാർ, ഞാൻ കണ്ടിട്ടില്ല, സോറി. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഞാനൊരു മെറ്റാഡ്സിന്റെ ഒരു ഡൗട്ട് നോക്കിയായിരുന്നു ഹാൻഡ് റൈസ് ചെയ്തിരുന്നത്. ഒരു 3 weeks ബാക്ക് ഞാനൊരു ക്യാമ്പയിൻ റൺ ചെയ്തിരുന്നു. ഒരു ലീഡ് ക്യാമ്പയിൻ ആയിരുന്നു, ഒരു ബിസിനസ് വർക്ക്ഷോപ്പിന്റെ ആണ്. അപ്പോ ഒരു ഫസ്റ്റ് 2 weeks നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി. ബട്ട് 3rd week തൊട്ട് റിസൾട്ട് നന്നായിട്ട് കുറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യത്തെ റിസൾട്ട് വന്നത് അനലൈസ് ഒക്കെ ചെയ്ത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ക്രിയേറ്റീവ് സൈഡും ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടും വലിയ പ്രോഗ്രസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പയിൻ ഓഫ് ചെയ്ത് പിന്നെ ന്യൂ ഒരു ക്യാമ്പയിൻ ഒരു ക്രിയേറ്റ് ചെയ്ത് സെയിം ക്രിയേറ്റീവ് സൈഡ് സെയിം ഓഡിയൻസ് എല്ലാം സെയിം തന്നെ ചെയ്തു. ബട്ട് പിന്നെ നമുക്ക് നല്ലൊരു ലീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്യാമ്പയിൻ പുതിയത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ലീഡ് കൂടിയത്? മറ്റേതിന്റെ സാച്ചുറേറ്റഡ് പോയിന്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് 2 weeks ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ആഡിന്റെ ആൾക്കാർ പറയൂ സാർ. ഈ 2 weeks ആദ്യം നിങ്ങളുടെ ഓഡിയൻസിന്റെ സൈസ് ഒന്ന് പറയാമോ? ഓഡിയൻസിന്റെ സൈസ് നിങ്ങൾ ഫസ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്ര അസറ്റ്സ് യൂസ് ചെയ്തെന്ന് കൂടെ ഒന്ന് പറയാമോ? ആക്ച്വലി നമ്മള് ഓഡിയൻസ് ടാർഗറ്റ് വളരെ നേരോ ആയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. കാരണം ഒരു ബിസിനസ് വർക്ക്ഷോപ്പ് ഒരു അപ്രോക്സിമേറ്റ് സൈസ് പറയാമോ? അപ്രോക്സിമേറ്റ് സൈസ് എത്ര ലക്ഷം വരെ ഉണ്ടായിരുന്നു ഓഡിയൻസ് സൈസ്? ഓഡിയൻസ് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറൌണ്ട് ഒരു അപ്പർ കേരള ജില്ലസ് മാത്രമാണ് കൊടുത്തിരുന്നത്. ഒരു 4 to 5 ജില്ല കൊടുത്തിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് നേരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു റയർ സംഭവം തന്നെയായിരുന്നു നമുക്ക് ലീഡായിട്ട് കിട്ടേണ്ടത്. ഈ ബിസിനസ് കൺസൾട്ടൻസിയിൽ എന്ന് പറഞ്ഞാൽ അധികം കുറെ പേര് ഇൻട്രസ്റ്റ് അല്ല, എന്നിരുന്നാലും കുറച്ചു പേരൊക്കെ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് നാരോ ചെയ്തിരുന്നില്ല. കിട്ടിയ റിസൾട്ട് നാരോ തന്നെയായിരുന്നു. പിന്നെ ഒരു 3 weeks വന്നപ്പോഴേക്കും അതും കൂടി ഇല്ലാതെ. ഓക്കെ, നിങ്ങളുടെ ഓഡിയൻസ് സൈസ് അപ്പം ഓൾറെഡി കുറവായിരുന്നു അല്ലെ? ഒരു 4-5 ലക്ഷം അതിൽ താഴേക്കല്ലേ വരുന്നുള്ളൂ ഓഡിയൻസ് സൈസ്? അതെ അതെ. ഫ്രീക്വൻസി എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഈ റിസൾട്ട് കുറവാണെന്ന് തോന്നുന്ന സമയത്ത് ഫ്രീക്വൻസി ഒരു 1.5 എബോ ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു 2 അടുത്തായിരുന്നോ? ആ 2 കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഒന്ന് റീചെക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ഓഡിയൻസിന്റെ സൈസ് എത്രമാത്രം ഉണ്ടായിരുന്നു. ഒരു നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് സൈസ്, ഈ 2 million ഓഡിയൻസ് സൈസ് എപ്പോഴും പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ക്യാമ്പയിൻ ലോങ് ടൈമിൽ പോകുമ്പോൾ ഒപ്റ്റിമൈസ് ആയി നമുക്ക് ലോങ് ടൈമിൽ റിസൾട്ട് കിട്ടാനായിട്ടാണ് എപ്പോഴും ഈ ഓഡിയൻസിന്റെ സൈസ് ഇൻക്രീസ്ഡ് ആവണമെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറഞ്ഞേക്കുന്ന സിറ്റുവേഷനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒപ്റ്റിമൈസേഷൻ സൈഡ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറയുന്നത് ഓഡിയൻസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അവിടെ ഓഡിയൻസിന്റെ സൈസ് കുറവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാമ്പയിന്റെ ഡെലിവറി അവിടെ ലിമിറ്റഡ് ആയി. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ ക്രിയേറ്റീവ് ഫാറ്റീഗ് ആകുന്നത് മാത്രമല്ല നിങ്ങളുടെ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓഡിയൻസ് സാച്ചുറേറ്റഡ് ആവുന്നതും ഒരു ക്യാമ്പയിൻ ലിമിറ്റഡ് ആവാനായിട്ടുള്ള സാധ്യതയാണ്. നമ്മുടെ എനിക്കൊന്ന് കുറച്ച് മുമ്പത്തെ സൺഡേ ചർച്ചകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്യാമ്പയിൻ ഡെലിവറി ലിമിറ്റഡ് ആവാനായിട്ട് ഉള്ള 5 റീസൺസ്. അതിനകത്ത് ഒന്നാണ് നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓഡിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നാരോ ചെയ്യുന്നത് ബെസ്റ്റ് പ്രാക്ടീസ് അല്ലാതെ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാത്തതിന്റെ കാരണങ്ങൾ ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള സാച്ചുറേഷന്റെ സാധ്യതയാണ്. ഇനി നിങ്ങളത് പുതിയ ക്യാമ്പയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വീണ്ടും റിസൾട്ട് വന്നു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ആ ഓഡിയൻസിനെ തന്നെ നിങ്ങൾ വീണ്ടും ആ കിട്ടിയിരുന്ന ലേണിങ്ങിനെ എല്ലാം റീസെറ്റ് ചെയ്ത് വീണ്ടും ഒന്നേന്ന് കൺസിഡർ ചെയ്തു. ക്യാമ്പയിൻ ആണ് വീണ്ടും ഒന്നേന്ന് കൺസിഡർ ചെയ്തു. അപ്പം നിങ്ങൾ വീണ്ടും ആ എത്ര ഓഡിയൻസ് സൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഓഡിയൻസിൽ തന്നെ വീണ്ടും സ്ക്രാച്ച് ചെയ്യുന്ന ഒന്നേന്ന് തുടങ്ങിയതുകൊണ്ട് റിസൾട്ട് കിട്ടി.
പക്ഷെ ഇതൊരിക്കലും നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിൽ പോയി പറയാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല. ഇപ്പൊ നിങ്ങൾ ചെയ്തേക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. ഇപ്പം SEOയിൽ നമ്മൾ ഈ എന്താ പറയുക മറ്റേ ബ്ലാക്ക് ഹാറ്റ് എന്നൊക്കെ പറയുന്ന മോഡൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെയും പറയാവുന്ന ഒരു അപ്രോച്ചാണിത്. ജസ്റ്റ് നമ്മൾ തൽക്കാലത്തേനുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇത്. ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ഇപ്പൊ പ്രോപ്പർ ആയിട്ട് സ്കെയിൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ബിസിനസ് മോഡലിൽ പോകുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ അപ്രോച്ച് നിങ്ങളെ സഹായിക്കത്തില്ല. ഇതിപ്പോ നിങ്ങളിപ്പോ റീജിയണലി നോക്കുന്ന നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ സ്ട്രേഞ്ച് റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും. ഇത് ഒരിക്കലും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അപ്രോച്ച് അല്ല. അത് ഞാനിപ്പോ എടുത്തു പറയുന്ന കാരണം വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു റിസൾട്ട് കിട്ടുകയാണ്. ഇപ്പൊ നേരെ നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ കൂടുന്ന മറ്റു ബിസിനസ്സുകൾക്ക് കുറച്ചും കൂടെ സ്കെയിലബിലിറ്റി ഉള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട നിങ്ങളുടെ ഓഡിയൻസിനെ മാക്സിമം ഒരു 2 million അബോവ് ഓഡിയൻസ് സൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ് പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യുന്ന അപ്രോച്ച്. ബട്ട് ഇപ്പൊ നിങ്ങളുടെ കേസകത്ത് വേറെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് ഓഡിയൻസ് സൈസ് ഇത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തപ്പം ആക്ച്വലി നിങ്ങൾക്ക് വന്ന ലേണിംഗ് എല്ലാം റീസെറ്റ് ചെയ്ത് വീണ്ടും ഒന്നേന്ന് സ്ക്രാച്ച് ചെയ്ത് ഒന്നും കൂടെ ക്യാമ്പയിൻ അവിടെ വർക്ക് ചെയ്ത് അങ്ങനെയാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് വന്നത്. ഓക്കെ സാർ, താങ്ക് യു. ഇതേ ചോദ്യം തന്നെ ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനോട് ഞാൻ ഇവിടെ വന്ന് ചോദിക്കാൻ പറഞ്ഞിരുന്നു. ഇത് സെയിമാണോ? ആൽബിൻ ജോസ്, അങ്ങനെ അദ്ദേഹത്തിന്റെ പേരതാണെന്ന് തോന്നുന്നു. ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ ശ്രീഹരിയുടെ ഇതിനകത്ത് മറ്റൊരു പെർസ്പെക്റ്റീവ് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇൻവെന്ററിയുടെ അവൈലബിലിറ്റി മറ്റൊരു കാരണമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള റിസൾട്ട് കിട്ടാതിരിക്കാനും നിങ്ങളുടെ റിസൾട്ട് കോസ്റ്റ് പെർ റിസൾട്ട് പെട്ടെന്ന് കൂടാനായിട്ടും ഈ ഇൻവെന്ററിയുടെ അവൈലബിലിറ്റി ഒരു ഫാക്ടറാണ്. അപ്പൊ ഈ ഇൻവെന്ററിയുടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഐഡിയൽ കസ്റ്റമർ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഇപ്പം ആക്ഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി റിസൾട്ട് ആണെന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ ഒരു വീക്ക്, ആ ഒരു വീക്കിൽ ഇപ്പൊ ബ്ലാക്ക് ഫ്രൈഡേയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിഗ് ബില്യൺ ഡേയ്സ് നടക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അക്ഷനെ കൂടുതലായിട്ടും കാണിക്കുന്നത് ആ ഫ്ലിപ്കാർട്ടിന്റെ തന്നെ ആഡ്സ് ആണ്, അല്ലെങ്കിൽ മിന്ത്രയുടെയും റിലയൻസ് ട്രെൻഡ്സിന്റെയും ട്രെൻഡ്സ് അല്ലല്ലോ അജിയോ, ഇവരുടെയൊക്കെ ആഡ്സ് ആണ് അക്ഷനെ കൂടുതലായിട്ട് കാണിക്കുന്നതെന്ന് വിചാരിക്കുക. അക്ഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു 5 ആഡ് ടോട്ടൽ കാണാനായിട്ടുള്ള അവൈലബിലിറ്റി ഉള്ളൂ. അതാണ് നിങ്ങൾക്കുള്ള ഇൻവെന്ററി എന്ന് പറയുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ഓഡിയൻസിനകത്ത് വരുന്ന നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന പ്ലേസ്മെന്റ് അത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഫീഡ് ആൻഡ് സ്റ്റോറീസ് ആയിരിക്കും. അപ്പം ഈ പറയുന്ന പ്ലേസ്മെന്റിൽ ഈ പറയുന്ന വ്യക്തിനെ ആഡ് കാണിക്കാനായിട്ടുള്ള നിങ്ങളുടെ സാധ്യത, ഇതാണ് നിങ്ങളുടെ ഇൻവെന്ററി അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിൽ നിങ്ങൾ കൊടുത്തേക്കുന്ന ബിഡ് എമൗണ്ടിൽ ഈ വ്യക്തിനെ നിങ്ങൾക്ക് ആഡ് കാണിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് ആ ഒരു പർട്ടിക്കുലർ വീക്കിൽ. കാരണം അന്ന് നിങ്ങൾക്ക് കൂടുതൽ അഡ്വർടൈസേഴ്സ് ഈ പറയുന്ന സെയിം ആക്ഷനെ തന്നെ ആഡ് കാണിക്കാനായിട്ട് അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അവർ കൂടുതൽ ബിഡ് എമൗണ്ടും സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോസ്റ്റ് പെർ റിസൾട്ട് കൂടാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ബിഡ് കൂടാനായിട്ടുള്ള സാധ്യത ഇതേ ആക്ഷനെ തന്നെ നിങ്ങളും ടാർഗറ്റ് ചെയ്യാനായിട്ട് അൽഗോരിതം ഈ പറഞ്ഞ ബിഡ് എമൗണ്ട് കൂടുതൽ വെച്ചേക്കുന്ന അഡ്വർടൈസേഴ്സ് ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നു. ആ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അവിടെ ഒരു ബിഡ് ക്യാപ്പ് സെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ബിഡ് സ്ട്രാറ്റജി ഹയസ്റ്റ് റിസൾട്ടിനെ എക്സ്പെക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ബിഡ് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ കോസ്റ്റ് പെർ റിസൾട്ട് കൂടാനായിട്ടുള്ള സാധ്യതയാണ്. ഇനി ഇതേ സാധനത്തിന്റെ മറ്റൊരു സൈഡാണ് ക്വാളിറ്റി കുറയാനായിട്ടുള്ള ഒരു കാരണം. ഇതേ കാരണം തന്നെ നിങ്ങളുടെ ബിഡ് എമൗണ്ട് കൂടുന്നില്ല, അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പൊ അൽഗോരിതം നേരെ റിവേഴ്സ് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ബിഡ് എമൗണ്ടിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് അവരെ ആയിരിക്കും പോയി ഈ ആഡ് കാണിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ഒരു പേഴ്സോണയ്ക്കകത്ത് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ മറ്റേ നമ്മൾ ബംഗാളി ലീഡ്സ് ഒക്കെ വരുന്നതിന്റെ ഇഷ്യൂ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ പോസിബിലിറ്റി ഇതാണ്. അവിടെ ഒരു ഇപ്പൊ അക്ഷനെ അന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ബിഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 20 രൂപയാണെന്നുണ്ടെങ്കിൽ 5 രൂപയ്ക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ബയർ പേഴ്സോണയിൽ വരുന്ന ഒരാളാണ് ഈ പറഞ്ഞ നോൺ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ബംഗാളികളായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഒന്ന് രണ്ട് പേര് അവിടെ വളരെ കുറഞ്ഞ ബിഡ് എമൗണ്ടിൽ നിങ്ങൾക്ക് റിസൾട്ട് തന്നു. സ്വാഭാവികമായിട്ടും മെറ്റ പോയി ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ബഡ്ജറ്റ് പോയി ഇവരിൽ അങ്ങ് സ്പെൻഡ് ചെയ്യും. അപ്പൊ ആ വീക്ക് ഫുൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഏറ്റവും കുറഞ്ഞ ബിഡ് എമൗണ്ടിൽ നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന ആരാണോ അവരിലായിരിക്കും പോയി ഒപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ ലീഡ് ഫോമിനകത്തൊക്കെ നമ്മൾ കുറച്ചും കൂടെ ക്വാളിഫയർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞതിന്റെ പ്രസക്തി. ആ ക്വാളിഫയിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളുടെ പെർഫോമൻസ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് കൺവേർട്ടബിൾ ലീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫർദർ ഒരു ഇൻപുട്ടും കൂടെ നമ്മൾ അൽഗോരിതത്തിന് കൊടുത്തേക്കാണ്. എനിക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് ഈ പറയുന്ന ക്വാളിഫയേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് ലാസ്റ്റ് ഫോം സബ്മിറ്റ് ചെയ്ത ആൾ മാത്രമാണ്. അപ്പം ബംഗാളികളായിട്ടുള്ള ഒരാൾ അവർ വരുമ്പോഴത്തേക്കും അവർ കൊടുത്തേക്കുന്ന ഇൻപുട്ട് ബംഗാളി മാത്രമല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ നമ്മൾ കൊടുത്തേക്കുന്ന ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവരെ പറഞ്ഞേക്കുക അവര് ഫോം സബ്മിറ്റ് ചെയ്യരുത്.
ഇങ്ങനെ വേണം എപ്പോഴും നമ്മൾ ക്വാളിറ്റി പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ ആ കൺസിഡർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. എനിക്ക് വേണ്ട ഒരാളല്ല ഈ പറയുന്ന ആളെന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ആ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഫോം അപ്പൊ കറക്റ്റ് ആയിട്ട് ഉള്ള ഒരാൾ, എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണ് വന്ന് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻപുട്ട് കിട്ടുന്നത് ഇത്തരം ക്വാളിറ്റി ഉള്ള ആൾക്കാരിൽ നിന്നായിരിക്കും. അപ്പൊ അവരെ ബേസ് ചെയ്തിട്ട് അവിടെ ഒപ്റ്റിമൈസ് ചെയ്യും. അപ്പൊ അവരെ ബേസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്താലും ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള ഇൻവെന്ററീസിന്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ കോസ്റ്റ് പെർ റിസൾട്ട് അവിടെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ബിഡ് എമൗണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണ് അക്ഷനെ ആഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അക്ഷനെ അന്നേരം ആഡ് കാണിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വർടൈസേഴ്സിന്റെ ബിഡ് എമൗണ്ടിനോടൊപ്പം തന്നെ നമ്മുടെ ബിഡ് എമൗണ്ടും കൂടും. ചിലപ്പോൾ നമ്മുടെ ക്വാളിറ്റി, ഇവിടെ ഒരു ക്വാളിറ്റി സ്കോർ അവിടെ കൺസിഡർ ചെയ്യും. നമ്മളുടെ ക്രിയേറ്റീവിന്റെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ടീം ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, സെയിം സിമിലർ ആയിട്ട് ഗൂഗിളിനകത്ത് റാങ്കിങ്ങും ക്വാളിറ്റി റേറ്റ് റാങ്കിങ്ങും ആണ് അതല്ലേ? അതെ അതെ അതെ. പിന്നെ എനിക്കൊന്ന് CTR അവിടെ കൺസിഡർ, നമ്മുടെ ഹിസ്റ്റോറിക്കൽ CTRും കൺസിഡർ ചെയ്യും. അത് ഇത്രേ ഉള്ളൂ. ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന അഡ്വർടൈസറിന്റെ ക്യാമ്പയിൻ ഈ പറയുന്ന അക്ഷനെ കാണിച്ചു കഴിഞ്ഞാൽ അക്ഷന്റെ റിസൾട്ട് അത് ഇങ്ങനെയാണ്. ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ റിസൾട്ട്, ഫ്ലിപ്കാർട്ടിന്റെ ആഡ്, മിന്ത്രയുടെ ആഡ്, അജിയോയുടെ ആഡ്, ഞാൻ കാണിക്കുന്ന ആഡ്, ഇങ്ങനെ 4 പേരുടെ അഡ്വർടൈസ്മെന്റ് ആണ് അക്ഷനെ കാണിക്കാനായിട്ട് ഇപ്പൊ നിലവിൽ ഓപ്ഷനിൽ മത്സരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെ ബിഡ് എമൗണ്ടും എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ക്വാളിറ്റി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് എസ്റ്റിമേറ്റഡ് റിസൾട്ട് റേറ്റ് ഉണ്ട്. അതായത് അക്ഷന് ഈ 4 പേരുടെ ആഡ് കാണിച്ചു കഴിഞ്ഞാൽ ആരുടെ ആഡ് ആണ് അക്ഷൻ റിസൾട്ട് കൊടുക്കാൻ സാധ്യത കൂടുതൽ. അത് ഫ്ലിപ്കാർട്ടിന്റെ ആണോ, മിന്ത്രയ്ക്കാണോ, എനിക്കാണോ, 4ാമത്തെ അഡ്വർടൈസറിന്റെ ആഡിനാണോ, ഏത് ആഡിനാണോ അക്ഷൻ റിസൾട്ട് കൊടുക്കാൻ സാധ്യത കൂടുതൽ, അതപ്പോ അക്ഷന്റെ പാസ്റ്റ് ഡേറ്റ എല്ലാം അവിടെ കൺസിഡർ ചെയ്യും. ഇതും കൂടെ നോക്കില്ല. ഇപ്പൊ അക്ഷൻ ഇപ്പം ത്രൂ ഔട്ട് ഒരാഴ്ചയായിട്ട് സ്റ്റഡി അബ്രോഡ് ക്ലയൻസിന്റെ ലീഡ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു സ്റ്റഡി അബ്രോഡിന്റെ ക്ലയന്റ് ആണെങ്കിൽ എനിക്ക് അവിടെ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഈ ഇൻഡസ്ട്രിയിലുള്ള പാസ്റ്റ് ബിഹേവിയർ നോക്കുമ്പോൾ അക്ഷൻ അവരോട് എൻഗേജ് ചെയ്ത് റിസൾട്ട് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതടക്കം അവിടെ കൺസിഡർ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് അവിടെ ഒരാൾ നമ്മുടെ ആഡ് കാണുന്നതും ഒരാൾ ആ റിസൾട്ട് തരുന്നതും. ഇത്രയും കാര്യങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിന്റെ ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്യാമ്പയിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, ഇതിലൊരു ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ടിൽ പരസ്യം ചെയ്യുന്നു, 3-4 പരസ്യങ്ങളോടും ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിംഗ് ആണ്, മികച്ച റിസൾട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ പരസ്യം ആക്റ്റീവ് ആണ്, എങ്കിലും പണം പോകുന്നില്ല, റിസൾട്ട് ലഭിക്കുന്നില്ല. റീസൺ? ആർക്കെങ്കിലും ഒന്ന് ആൻസർ പറയാൻ പറ്റുമോ? ഈ മീറ്റിംഗിലുള്ള ആളാണോ ഡൗട്ട് ചോദിച്ചേക്കുന്നത്? ഉണ്ട്, മീറ്റിംഗിലുള്ള ആൾ തന്നെയാണ്. ആളിപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനിയിപ്പോ ചോദിക്കാത്തോണ്ട് ഞാൻ തന്നെ ചോദിക്കാണ്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് തന്നെ ഇപ്പം ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ റീസെന്റ് അല്ലെ ഇന്നലെ വല്ലതും ഏതെങ്കിലും പുതിയ ക്യാമ്പയിൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതിനുശേഷമാണോ ഇത്തരത്തില് സ്പെൻഡ് ഇല്ലാതെ വരുന്നത്, എല്ലാ ക്യാമ്പയിനും പോസ് ആയ പോലെ ഫീൽ ചെയ്യുന്നത്? മോനെ ഇത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യോ? ഹലോ ആൽബിൻ, അദ്ദേഹം റിപ്ലൈ ചെയ്യണല്ലോ. ഓക്കെ, മൊത്തത്തിൽ എനിക്കത് കറക്റ്റ് ഇവര് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണോ പറയാനായിട്ടാണ് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ക്യാമ്പയിൻസ് എല്ലാം റൺ ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരുന്നതിനകത്ത് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒന്നെങ്കിൽ ഒരു ക്രിയേറ്റീവ് അപ്ഡേറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു ക്യാമ്പയിൻ ഒക്കെ ലോഞ്ച് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സഡൻലി നമ്മുടെ ക്യാമ്പയിൻസ് ഒന്നും തന്നെ സ്പെൻഡ് ആവാതെ സീറോ സ്പെൻഡിൽ സീറോ ഇംപ്രഷനിൽ വരുന്ന ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ആണ്. പ്ലാറ്റ്ഫോമിൽ കുറച്ചധികമായിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ടോപ്പ് റൈറ്റ് പൊസിഷനിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റീസെറ്റ് ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ആ ആഡ്സ് മാനേജർ റീസെറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ ആഡ്സ് മാനേജർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആ അക്കൗണ്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഡ്രാഫ്റ്റിൽ ഉണ്ടെങ്കിൽ ആ ഡ്രാഫ്റ്റിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം പോകും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രാഫ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ പബ്ലിഷ് ചെയ്തിടുക. അതിനുശേഷം ആഡ്സ് മാനേജർ ഇത്തരത്തിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ സോൾവ് ആയിക്കോളും. അത് നിങ്ങളിപ്പോൾ സപ്പോർട്ടിൽ റീച്ച് ഔട്ട് ചെയ്താൽ അവർ ഈ സൊല്യൂഷൻ തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇൻ കേസ് ഒരു 99% കേസിലും ഇത്തരത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ പറഞ്ഞൊരു ഇഷ്യൂ സോൾവ് ആകുന്നുണ്ട്. ഇൻ കേസ് എന്നിട്ടും സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടിൽ റീച്ച് ഔട്ട് ചെയ്താൽ മതി. ഇതൊരു ഗ്ലിച്ചാണ്, പ്ലാറ്റ്ഫോം ഗ്ലിച്ചാണ്, അല്ലാതെ ക്യാമ്പയിൻസിന്റെ പ്രശ്നങ്ങളല്ല. അത് നമ്മൾ ചെയ്യുന്ന ഇപ്പം ഇത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തേക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു റീസെന്റ് ചേഞ്ച് ഇപ്പോൾ ക്രിയേറ്റീവ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ക്യാമ്പയിൻ ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ വരുന്നത്. അത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ഈ പ്ലാറ്റ്ഫോമിന്റെ ബാക്ക് എൻഡിൽ സിങ്ക് ആവാതെ വരുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്.
കുറച്ച് മാസങ്ങളായി അവരത് സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഇതുവരെ ഇപ്പോഴും ഈ പറഞ്ഞ ഇഷ്യൂസ് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്യൂ മാറിക്കോളും. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? കലാംബായ്. കലാംബായ് എനിക്ക് ഈ ചോദ്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഈ ചോദ്യ ഉത്തരവേളകൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ചോദ്യ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇല്ലേ, എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതെല്ലാം ഏറ്റവും അവസാനം ഞാൻ സംസാരിച്ചോളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹലോ ലതീഷ് സാറേ. ഹലോ ഹലോ കേൾക്കാമോ? ഓക്കെ. ഒരു സംശയം, ഞാൻ ആമസോണിന്റെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയായിരുന്നേ. ആമസോണിൽ ഞാൻ ഒരു 10-70ഓളം ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ദിവസം വീക്ക് ഡേയ്സിൽ നമുക്ക് US ക്ലയന്റ് ആണ്. വീക്ക് ഡേയ്സിൽ നമുക്കൊരു ROS ഒരു 6-7 ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുക ഒരു ആവറേജ്. ഹലോ. പക്ഷെ നമ്മുടെ വീക്കെൻഡില്ലേ, ശനി സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്കത് പെട്ടെന്ന് ഒരു 3-ലോട്ടും 2-ലോട്ടും ഒക്കെ പെട്ടെന്ന് പൂത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ക്യാമ്പയിൻസിലൊന്നും വേറെ മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ഫ്രൈഡേ വരുത്താറില്ല. എന്നാലും അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്. അതെന്താ റീസൺ വല്ലതും അറിയാൻ പറ്റും? റീസൺ ഒന്ന് ഇൻവെന്ററി കുറവായിരിക്കും. ബാക്കിയുള്ള ആൾക്കാർ കോമ്പറ്റീഷൻ അതേ ടൈമിൽ ഉണ്ടാവും. അതാണ് ഒരു റീസൺ. പിന്നെ നിങ്ങൾ ആഡ് കോപ്പിയും ഇതൊക്കെ കാണിച്ചെന്നാ നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞുതരാം. ഞാൻ പേഴ്സണലി വല്ലതും പറയാം. അയച്ചെന്നാ മതി, നോക്കിയിട്ട് പറഞ്ഞുതരാം. ശരി സാറേ. താങ്ക് യു. ബാക്കി ഗൂഗിൾ, ഫേസ്ബുക്ക്, ഗൂഗിൾ, SEO എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഞാനൊരു SEOന്റെ ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ നിൽക്കായിരുന്നു. 2 ദിവസം മുന്നേ ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഈ ഗൂഗിളിലെ ലോക്കൽ SEOയില് മാപ്പില് പിന്നെ സമയം നമ്മൾ ഈ വർക്കിംഗ് അവേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നത് ഒരു ഗൂഗിളിന്റെ റാങ്കിങ് ഫാക്ടർ ആണ്. അതൊരു ക്ലിക്ക് ബൈറ്റ് മെസ്സേജ് ആണോ അതോ ഇപ്പൊ അപ്ഡേറ്റഡ് ആണോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ കഴിയുമോ? SEO ആരെങ്കിലും ഈ ഗ്രൂപ്പിലുള്ള ഒരു സനൂപോ ശ്യാം സാറോ ആരെങ്കിലും? അത് റാങ്കിങ് ഫാക്ടർ ആണെന്നല്ല, ലോക്കൽ SEOയില് എപ്പോഴും നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ നിയറസ്റ്റ് അല്ല നമ്മള് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ എന്തെങ്കിലും ആണല്ലോ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ സാധാരണ ബിസിനസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെ ദിവസം നമ്മൾ അവധിയായിരിക്കും, അടച്ചിട്ടുണ്ടാവുമോ, നമുക്ക് ഓരോ ദിവസവും ലൈവ് ആയിട്ട്. ഇപ്പൊ ഇന്ന് ഞാൻ കട തുറക്കാൻ ആഗ്രഹിക്കുന്നതിൽ അതിനകത്ത് എനിക്ക് മാർക്ക് ചെയ്യാം ഇന്ന് ഞാൻ കട തുറക്കുന്നില്ല, ഇന്ന് ക്ലോസ്ഡ് ആയിരിക്കും എന്നൊക്കെ. സഞ്ജേട്ടാ, ഞാൻ ഡൗട്ട് അതിനിടയ്ക്ക് ചോദിച്ചോട്ടെ. അതായത് ഓപ്പൺ ആയിരിക്കുന്ന സ്ഥാപനങ്ങളല്ലേ ആദ്യം അവര് ഓപ്പൺ ആയത് മാത്രം കാണിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഒരാള് എന്റെ നിയറസ്റ്റ് ഒരു ഡോക്ടർ അന്വേഷിക്കുകയാണ് നിയറസ്റ്റ്. അപ്പോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അന്വേഷിക്കുകയാണ്. അപ്പൊ ഗൂഗിൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾക്ക് അങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്ത് അയാൾ അവസാനം അവിടെ എത്തുമ്പോൾ അത് ക്ലോസ്ഡ് എന്ന് കാണാൻ ഇടവരുതരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പാണല്ലോ, നല്ലൊരു അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കടക്കാര് ആ ടൈമിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടേ കാണിക്കുള്ളൂ. ഇപ്പൊ എന്റെ കട ഞാൻ ലിസ്റ്റ് ചെയ്ത പ്രകാരം ഈ സമയത്ത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്റെ കാണിക്കാതിരിക്കാൻ ശ്രമിക്കും മാക്സിമം. ഈ സമയത്ത് ഓപ്പൺ ആയതേ കാണിക്കുള്ളൂ. ആ ഒരു ആസ്പെക്റ്റിലാണ് അത് റാങ്കിങ് ഫാക്ടർ ആവുന്നത്. അല്ല, ഞാൻ 2 ദിവസം മുന്നേ അങ്ങനെ ഏതൊരു ഒരു പ്രധാനപ്പെട്ട ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു മാഗസിൻ ഒരു ഓൺലൈൻ അങ്ങനെയാണ് അത് പറയുന്നുണ്ട്. അപ്പൊ അവരെന്നെ ചോദിക്കുന്നുണ്ട്, അവരെന്നെ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹലോ കേൾക്കുന്നുണ്ട്. സാറ് പറഞ്ഞത് എനിക്ക് കേട്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് എന്റെ നെറ്റിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. സാറ് പറഞ്ഞ ലാസ്റ്റ് വാചകം ഞാൻ കേട്ടില്ല. ഇല്ല, ഞാൻ ഇത്രേ പറഞ്ഞോളൂ. ഈ ടൈം വെച്ചിട്ട് റിസൾട്ട് കാണിക്കാൻ അല്ലെങ്കിൽ റിസൾട്ടിൽ ടൈം കാണിക്കുക എന്നുള്ളത് അത് വളരെ മുമ്പേ തന്നെയുണ്ട്. നമ്മുടെ ഏതൊരു സ്ഥാപനം ഇപ്പോൾ ലോക്കൽ സെർച്ചില് മാപ്പിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ അവിടെ കാണിക്കും ഇറ്റ്സ് ഗോയിങ് ടു ക്ലോസ്, അത് ഇറ്റ്സ് ക്ലോസ്ഡ്, ഇറ്റ്സ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട്. മുമ്പേ തന്നെ കാണിക്കാറുണ്ട്. നമ്മളത്
ചില സെർച്ചസിന്റെ ഒരു അർജൻസി ഗൂഗിളിന് അറിയാം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ടുള്ളതും ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കും, എന്നിട്ട് നമ്മളവിടെ എത്തുമ്പോഴേക്കും അത് ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ആർക്കും കാണിക്കും, നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് ക്ലോസ് ആകാൻ. അപ്പൊ അതൊക്കെ നമുക്ക് എന്റെ ഗൂഗിൾ കാണിക്കാം. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലാന്ന് തോന്നുന്ന കലാംബായി നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞോളെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഷെബിൻ ഭായ് ലണ്ടൻ ടൈമിൽ നിന്നാണ് സംസാരിക്കണത്. ഉടനെ തന്നെ ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലാവും ചർച്ചക്കാവും ഇരുന്നുണ്ടാവും. എനിക്ക് ഷെയർ ചെയ്യാനുള്ള എക്സ്പീരിയൻസ്. ഒരു മിനിറ്റ്, ഞാൻ റോഡ് ക്രോസ് ചെയ്തോട്ടെ. അത് ചെയ്തോളി, അല്ലാതെ പറയണ്ട. ഓക്കെ. അതായത് യൂട്യൂബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 1 മന്തിന് മുന്നേ ഞാൻ അക്ഷനായിട്ടൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു അബൌട്ട് യൂട്യൂബ് അഡ്വർടൈസിങ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടുള്ള ചെറിയ വെച്ചാൽ യൂട്യൂബിലേക്ക് വളരെ ഡീപ്പായിട്ടുള്ള അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗ് ആയിരുന്നു. നമുക്ക് വീക്കിലി ഒരു 3 ലക്ഷത്തോളം രൂപ സ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം എക്സ്പേർട്സിന്റെ സജഷൻസ് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ അക്ഷനുമായിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ക്യാമ്പയിൻസിൽ പുതിയതായിട്ട് തുടങ്ങുന്നതും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തതിൽ വർക്കൗട്ടായ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പം യൂട്യൂബിലെ ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതായത് നമുക്ക് ഈ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചില എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും മെസ്സേജ് അയച്ചിരുന്ന കോമൺ ഒരു കാറ്റഗറിയാണ് ഈ പറയുന്ന ഈ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ സ്കിൻ കെയർ ടൈപ്പ് ആയിട്ടുള്ള ആഡ്സ് യൂട്യൂബിൽ ചെയ്യുന്നവർ. അപ്പം ഒന്നിലധികം ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ഇങ്ങനെയുള്ള ക്യാമ്പയിൻസ് റിജക്റ്റ് ആവുകയും അതുപോലെ തന്നെ കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ വന്നിരുന്നു. അപ്പോൾ എൻ്റെ സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഇ-ലേൺ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പം നിലവിൽ ക്രിസ്മസ് എക്സാം നടക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിലേക്ക് ഞങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഏറ്റവും നല്ല മാധ്യമം എന്ന് പറയുന്നത് യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബിൽ വർക്കൗട്ടായ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ യൂട്യൂബ് ആഡ്സ് വളരെ ഈസി ആയി എന്ന് വേണം കരുതാൻ. ബിക്കോസ് വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും നല്ല രീതിയിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ആ വീഡിയോ കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ അഡ്വർടൈസിങ് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു കഴിഞ്ഞ 1.5 മാസം കൊണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ മറ്റേത് ഭയങ്കര മെഷീൻ ലേണിംഗിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ഈസി ആയത്. ബിക്കോസ് നമുക്ക് ഒരു വീഡിയോ, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ +1 എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കെമിസ്ട്രി എക്സാം ആണ് അടുത്ത ദിവസം വരുന്നത്. ആ ഒരു സ്റ്റുഡന്റിലേക്ക്, ആ ഒരു +1 എന്ന് പറയുന്ന കാറ്റഗറി സ്റ്റുഡന്റിലേക്ക് നമ്മൾ മാനുവലായിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് +1 കെമിസ്ട്രി വീഡിയോ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കീവേഡ് കൊടുത്ത് നമുക്കത് ടാർഗറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ വ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ആ പറയുന്ന കീവേഡ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്യണം, താഴേക്ക് ബിഡ് സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനുവലി ഒരു പ്രോയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പം നിലവിൽ ഒരു ഇൻട്രസ്റ്റും കൊടുക്കാതെ അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ കീവേഡ് സെറ്റ് ചെയ്യാതെ നമ്മളൊരു ഡെയിലി ബഡ്ജറ്റും സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ചെയ്ത് ബ്ലൈൻഡ്ലി നമ്മൾ പുഷ് ചെയ്താലും കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കാര്യം ഞാൻ റീസെന്റ് മനസ്സിലാക്കി. ബിക്കോസ് യൂട്യൂബ് ഐഡന്റിഫൈ ചെയ്യാണ് ആ ടൈറ്റിലിൽ വ്യക്തമായ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഉണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലെ വീഡിയോസ് അല്ലെങ്കിൽ +1 കെമിസ്ട്രി അല്ലെങ്കിൽ +1 ഫിസിക്സ് +1 ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്ന ആളുകളിലേക്ക് തന്നെ ആ ഒരു വീഡിയോ എത്തുന്നുണ്ടെന്ന് അത് റീച്ച് ആയതിനു ശേഷം അതിൽ വരുന്ന എൻഗേജ്മെന്റ് റേറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് ഒരു 10,000 ഡെയിലി ബഡ്ജറ്റിൽ പോയ ഒരാൾ ബ്ലൈൻഡ്ലി വേറെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏജ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഒരു ജസ്റ്റ് ഒരു AB ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് ബ്ലൈൻഡ്ലി ചെയ്തതാണ്. പക്ഷെ അത് കറക്റ്റ് ഓഡിയൻസിലേക്ക് വന്നു. 533 കമന്റ് ആ ഒരു വീഡിയോയിലേക്ക് വന്നു. അപ്പം ആ ഒരു ഞാൻ അതിൽ ചെയ്തിരുന്ന കാര്യം ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും പ്രോപ്പറായിട്ട് കറക്റ്റ് ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന ആ ഒരു കീവേഡ് ഞാൻ കൊണ്ടുവന്നത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലാണ്. പക്ഷെ അത് കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തി എന്നുള്ളതാണ് ഒന്ന്. 2, ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നവർക്കറിയാം ആപ്പ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, എൻ്റെ ഒരു ക്യാമ്പയിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ആപ്പ് ഇൻസ്റ്റാളേഷൻസ് ക്യാമ്പയിൻസിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ
അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് മോബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിലെ ഇൻസ്റ്റലേഷൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഉള്ള പെർ ഡൗൺലോഡ് കോസ്റ്റ് വളരെ ഹൈ ആണ്. പക്ഷെ യൂട്യൂബ് ഉപയോഗിച്ചിട്ട് ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തി സക്സസ് ആയ ഒരു ക്യാമ്പയിൻ്റെ കഥ ഞാൻ പറയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾ പരതിപ്പാഞ്ഞ് നടക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ DM ഹെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഐഡിയ കമ്പനിയോട് പറഞ്ഞു, നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് ഫ്രീ ആയി കൊടുക്കാം, അത് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ആപ്പിനകത്ത് അതാത് ക്ലാസ്സിൽ എക്സ്ട്രാ ഒരു ഫീച്ചറായിട്ട് PYQ എന്നൊരു ബട്ടൺ കൊണ്ടുവരികയും അതിൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അത് കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന +1 +2 കുട്ടികളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡെയിലി വലിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അതിൻ്റെ ഒരു വോളിയം സെർച്ച് വോളിയം നോക്കിയപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് വൺ ഡിമാൻഡാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാമ്പയിൻ യൂട്യൂബിൽ ചെയ്തു. +1 +2 ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തത് 30,000 റുപ്പീസാണ്, 30. പക്ഷെ നമുക്ക് 7,000-ഓളം പുതിയ ആപ്പ് ഇൻസ്റ്റാളേഷൻസ് ആണ് അവിടെ വന്നത്. ആ ഒരു വീഡിയോ കണ്ട് ജസ്റ്റ് ആ ഒരു പ്ലേ സ്റ്റോറിന്റെ ലിങ്ക് നമ്മൾ കമന്റിൽ പിൻ ചെയ്താൽ വെച്ചിരുന്നത്. വേറെ ഒരു തരത്തിലുള്ള ക്ലിക്ക് ബൈറ്റ് അതിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ പറഞ്ഞു കുട്ടികൾ അതിനകത്ത് ചെറിയൊരു 3 മിനിറ്റ് 4 മിനിറ്റ് വീഡിയോ ആണ്, എങ്ങനെയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ക്ലാസ്സിനനുസരിച്ച് PYQ എടുക്കേണ്ടതെന്ന് വളരെ ചെറിയൊരു എക്സ്പ്ലെയിനർ വീഡിയോ. അതിൽ നിന്ന് വന്ന ഡൗൺലോഡ്സ് 7,000. നമുക്ക് സ്പെൻഡ് ആയത് 30,000. അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും 30,000 ഡിവൈഡഡ് ബൈ 7,000 ഒരു ഇൻസ്റ്റാളേഷൻ നമുക്ക് വന്ന കോസ്റ്റ്. ആ ഇൻസ്റ്റാളേഷൻ വന്ന കോസ്റ്റ് മാത്രമല്ല, നമുക്ക് 7,000 ലീഡും കൂടാണ് വന്നത്. അതായത് +1 +2 കാറ്റഗറിയിലുള്ള കുട്ടികളുടെ 7,000 പുതിയ ലീഡാണ് നമ്മൾ വന്നത്. അത് നമ്മുടെ സെയിൽസ് ടീമിന് ഉപകാരപ്പെടുകയും ചെയ്യും. ഇപ്പം ഇത്തരത്തിൽ ഗൂഗിള് ഈ പറയുന്ന അഡ്വർടൈസേഴ്സിന് ക്യാമ്പയിൻസ് ചെയ്യാൻ വളരെ ഈസി ആയി മാറുന്ന ഒരു കാലത്തിന്റെ എക്സ്പീരിയൻസ് ഈ കഴിഞ്ഞ 1.5 മാസത്തിൽ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം വിനിയോഗിച്ചത്. ഇവിടെ കലാം പറഞ്ഞതിനോട് എനിക്ക് 1-2 പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ട്. എന്താന്ന് വെച്ചാല്, ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഓക്കെ. ഫസ്റ്റ് തിങ് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 days എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ക്യാമ്പയിൻ ഒന്ന് ഒപ്റ്റിമൈസ് ആവുന്ന വരെ. അല്ലെ ആ ഒരു മിനിമം ടൈം നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. അല്ലാതെ ഒരു 5 days അല്ലെങ്കിൽ ഒരു 6 days കഴിഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളൊരു യൂട്യൂബ് ക്യാമ്പയിൻ ആണെങ്കിൽ ഏത് ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ ആണെങ്കിൽ അത് പോസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പ്രോപ്പറായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ടാണ് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഒരു ടൈം വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒന്ന് ഒപ്റ്റിമൈസ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫാക്ടറാണ്. പിന്നെ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ്, അതായത് നിങ്ങൾ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ ഒരു കോസ്റ്റ് പെർ അക്വസിഷൻ കോസ്റ്റ് ഉണ്ടാവും ഗൂഗിളിന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അതിനെക്കാട്ടൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു ബഡ്ജറ്റ് അവിടെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ക്യാമ്പയിൻസ് അവിടെ വല്ലാതെ രീതിയിൽ ലിമിറ്റ് ചെയ്യും. പിന്നെ തേർഡ് തിങ് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ റീഡയറക്ട് ചെയ്യുന്ന ആ ഒരു ലാൻഡിങ് പേജ് നിങ്ങൾക്ക് എത്രത്തോളം സ്മൂത്ത് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റുമോ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് റിസൾട്ട് ഡെഫിനറ്റ്ലി ആ ഒരു റിസൾട്ടിന്റെ കൗണ്ട് ഇൻക്രീസ് ആക്കി കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു. ആ ഒരു അക്ഷന് ആദ്യം പറഞ്ഞ പോയിന്റ് അക്ഷനും അറിയാം, എനിക്കും അനുഭവമുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സമയത്ത് എനിക്ക് ഈ ഒരു ലാൻഡിങ് പേജ് വെച്ച് ഞങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് സമയത്ത് അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ നല്ല സമയം എടുത്തു. ഏകദേശം പറയുകയാണെങ്കിൽ 16 ദിവസം എടുത്തു. 16 ദിവസത്തിന് ശേഷമാണ് വളരെ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ലാൻഡിങ് പേജ്, സത്യം പറഞ്ഞാൽ ലാൻഡിങ് പേജ് കൊടുത്ത ആ ഒരു സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ക്യാമ്പയിൻ ചെയ്തതിന് ശേഷം റിസൾട്ട് വരാതിരുന്നു കഴിഞ്ഞപ്പോൾ ക്യാമ്പയിൻ പാളി എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ പറഞ്ഞതെന്ന് വെച്ചാൽ കിളമ വെയിറ്റ് ചെയ്യും, അതൊന്ന് ഒപ്റ്റിമൈസ് ആയി ട്രാക്കിലോട്ട് വീഴട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ട്രാക്കിൽ 17ാമത്തെ ദിവസം വീണ് ആദ്യം 3 ലീഡായിരുന്നു വന്നിരുന്നത്, പിന്നെ ചറവറ ലീഡായിരുന്നു. അത് സത്യമാണ്, നമ്മളത് ക്യാമ്പയിൻ സെറ്റ് ചെയ്ത ആ ഒരു അത് ലേൺ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും ഒന്ന് ട്രാക്കിൽ വീഴാൻ വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ ചെയ്ത എല്ലാ ക്യാമ്പയിൻസും അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 90-10 എന്ന രീതിയിലേക്ക് മാറി. എല്ലാ ക്യാമ്പയിൻസും നമുക്ക് ഇൻസ്റ്റന്റ്ലി നമ്മുടെ കമ്പനി പറയുകയാണ് ഇന്നൊരു ആഡ് പോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ ആഡ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ദിവസം തൊട്ട് തന്നെ റിസൾട്ട് വരാൻ തുടങ്ങി. ആ ഒരു രീതിയിലേക്ക് നമുക്ക് അതിന്റെ ഒരു പൾസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ.
അതിലൊരു പിന്നെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് ആൻസർ ചെയ്യൂ. ആർക്കെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ യാത്രയിലാണ്. നോക്കിയിട്ട് അത് 3 മിനിറ്റ് വീഡിയോ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലീഡ്സ് കിട്ടും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വേറെ അതെ, ലീഡ് ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള വീഡിയോ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ 3 മിനിറ്റ് താഴെയുള്ള വീഡിയോ വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. അത് ബിക്കോസ് നമ്മൾ 3 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഇൻഫീഡ് ആഡ് മാത്രം ചെയ്താൽ മാത്രം റിസൾട്ട് ഉണ്ടാവും. ഇൻഫീഡ് അല്ലാതെ ഉള്ള ആഡുകൾക്ക് 3 മിനിറ്റ് താഴെ. കാര്യം നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതായത് മൾട്ടിപ്പിൾ അതായത് ഇൻഫീഡ് അല്ലാതെ ഷോർട്സിലും ഹോമിലും അത് ഡിസ്കവറി ആഡ് തന്നെ ആ ഒരു ബട്ടൺ ഞാൻ പറഞ്ഞ ആ ഒരു മൾട്ടിപ്പിൾ ഫോർമാറ്റ് ആഡ്, ആ മൾട്ടിപ്പിൾ ഫോർമാറ്റ് ആഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ സബായിട്ട് വരും. ഇൻസ്ട്രീമും രണ്ടാമത് ഇൻഫീഡും. അതിൽ ഇൻഫീഡ് മാത്രം ചൂസ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു കീവേഡ്, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബെസ്റ്റ് റിസോർട്ട് ഇൻ മൂന്നാർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കീവേഡ് നമ്മൾ എക്സാക്ട് മാച്ചിലാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ, അല്ലെങ്കിൽ ഫേസ് മാച്ചിലോ ഇതിനകത്ത് ഏതെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സെർച്ച് റിസൾട്ടിലെ ഫസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡിൽ എൻ്റെ വീഡിയോ തന്നെ ആദ്യം ഫസ്റ്റ് റാങ്ക് ചെയ്യുന്നുണ്ട്. ആഡ് സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് റാങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. സെക്കൻഡ്ലി ബിഡ് ചെയ്യുന്ന എമൗണ്ട്, ഞാനൊരു നിലവിൽ ഇപ്പോൾ 85 പൈസയ്ക്കാണ് ബിഡ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഞാൻ ചില ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കേസിൽ 1 രൂപ 20 പൈസ വരെയൊക്കെ ബിഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ബിഡ് ചെയ്തെങ്കിലും ഗൂഗിൾ എനിക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് തരുന്ന ഒരു ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 0.49 അല്ലെങ്കിൽ 0.51 പൈസയ്ക്കാണ് എനിക്ക് ഞാൻ ബിഡ് ചെയ്യാൻ അതായത് 1 രൂപ 20 പൈസ വരെ ഞാൻ ഒരു വ്യൂവിന് കൊടുക്കാൻ റെഡി ആയിട്ട് ബിഡ് ചെയ്തെങ്കിലും അവരത് ഒപ്റ്റിമൈസ് ചെയ്ത് എനിക്ക് തരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 0.51 അല്ലെങ്കിൽ 0.49. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി 10,000 ബഡ്ജറ്റ് വെച്ചിരുന്ന വീഡിയോയ്ക്ക് ഞാൻ ഡെയിലി 20,000 റുപ്പീസാണ് ഒരു പെർ വീഡിയോ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടും ലീഡ്സും നമുക്ക് വീഡിയോസിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം ഈ ആഡ് ക്യാമ്പയിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോ 3 മിനിറ്റ് താഴെ തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്താൽ ചോദിച്ചിട്ട് ആൻസർ പറയോ? ഷെബിനുള്ള ഷെബിൻ ഭായ് ലൈനിലുണ്ടോ? ആർക്കെങ്കിലും ആൻസർ പറയാൻ കഴിയോ? ഒരു മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ നോക്കട്ടെ. കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം? കൊടുക്കാൻ എത്ര ഡേയ്സ് ഇടും? ഇതിനകത്ത് CPM കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഒരു ആഡ്സ് കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കാം. ഓക്കെ, നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ആഡ് ഒരു പർട്ടിക്കുലർ വ്യക്തി കാണുന്നത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മുടെ ക്യാമ്പയിൻ വർക്ക് ചെയ്യുന്നത്, അത് ഒരാളിലേക്ക് ചെല്ലുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് CPM കൂടും. ഓരോ ടൈപ്പ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഓരോ ഇൻവെന്ററി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. അത് പ്ലേസ്മെന്റ് ലെവലിലടക്കം ഉണ്ട് ആ വ്യത്യാസം. ഇപ്പം ഫീഡ്സിലും സ്റ്റോറീസിലും മാത്രം കാണിക്കുന്ന ഒരു ആഡിന്റെ CPM ആയിരിക്കത്തില്ല നമ്മൾ ഫേസ്ബുക്കിന്റെ ഇൻസ്ട്രീമും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ, അതായിരിക്കത്തില്ല നമ്മൾ റീൽസും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ. ഇനി
ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തികളുള്ള CPM ആയിരിക്കത്തില്ല ഇൻസ്റ്റാഗ്രാം മാത്രം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫീഡും സ്റ്റോറീസും മാത്രം കാണിക്കുമ്പോഴുള്ള കോസ്റ്റ്. ഇൻവെന്ററിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് കോസ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിമിറ്റഡ് ഓഡിയൻസിൽ മാത്രം കാണിക്കാനായിട്ട് ഇപ്പം നമുക്കിപ്പം ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഓഡിയൻസിന്റെ സൈസ് ഉള്ളെങ്കിൽ ആ 2 ലക്ഷത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ ഈ ക്യാമ്പയിൻ ആഡ് കാണിക്കാനായിട്ട്. അപ്പൊ പോസിബിലിറ്റി കുറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ക്യാമ്പയിൻ ഡെലിവറി ലിമിറ്റഡ് ആവുന്നതനുസരിച്ച് കോസ്റ്റ് കൂടും. അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, ഓഡിയൻസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല മാർഗം CPM കുറയ്ക്കാനായിട്ട്. ഇനി പ്ലേസ്മെന്റ്സ് വളരെ കുറവാണെങ്കിൽ പ്ലേസ്മെന്റ്സിന്റെ എണ്ണം കൂട്ടുക. മിനിമം 6 പ്ലേസ്മെന്റ്സ് എങ്കിലും മിനിമം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കാണിക്കുന്ന ആഡ് കാണിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും റിലവന്റ് ആവുന്ന രീതിയിലുള്ള ആഡ് കോപ്പീസ് കൊടുക്കുക. അതുവഴി നമുക്ക് അതിന്റെ CTRs മറ്റു കാര്യങ്ങളും റിസൾട്ട് റേറ്റ് കൂട്ടിച്ച് നമ്മൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. CPM കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ കോസ്റ്റ് പെർ റിസൾട്ടും കുറച്ച്. ഇത്ര ഡേറ്റ് എന്നില്ല, നമ്മളുടെ ക്യാമ്പയിന്റെ സെറ്റപ്പും അതിനകത്ത് അൽഗോരിതത്തിന് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പൊ ഒരു ക്യാമ്പയിന്റെ അകത്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് ഒരു ആഡ് സെറ്റിനകത്ത് തന്നെ നിങ്ങൾ മാക്സിമം ബ്രോഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അൽഗോരിതത്തിന് ചിലപ്പം ഇപ്പോൾ ക്രിയേറ്റീവ്സ് ആണെങ്കിലും ഒരു 3 or 4 ക്രിയേറ്റീവ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് അവർക്ക് ലേണിംഗ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഒരു ആ ക്യാമ്പയിനകത്ത് തന്നെ നിങ്ങൾ 4-5 ആഡ് സെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ലേണിംഗ് പീരീഡ് കൂടും. പിന്നെ ലേണിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുത്തേക്കുന്ന നമ്മൾ ഏത് റിസൾട്ട് കിട്ടാനാണോ നമ്മൾ ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുന്നത്, അപ്പൊ അത് ലീഡാണെന്നുണ്ടെങ്കിൽ ലീഡ് 40-50 ലീഡൊക്കെ കിട്ടണം. അപ്പം എന്താണ് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ ഗോൾ? ഇപ്പൊ ലീഡ് ആയിക്കോട്ടെ, വീഡിയോ വ്യൂസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, അതിന്റെ ഒരു പർട്ടിക്കുലർ നമ്പർ അച്ചീവ് ചെയ്യാനായിട്ട് ഉള്ള സമയവും നമ്മുടെ ലേണിംഗ് പീരീഡിൽ കാൽക്കുലേറ്റ് ആവും. അപ്പൊ അവിടെ നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതിന് കൺസിഡറിങ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓഡിയൻസിന്റെ സൈസ് ആവശ്യത്തിനുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പ്ലേസ്മെന്റ് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ചെയ്യേണ്ടത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നു ഓക്കെ, എന്നാ അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്താലോ? അഭിനവ് ഓക്കെ, എന്നാ ശരി. ഓക്കെ, താങ്ക് യു. ഷെബിൻ സാർ, അക്ഷിൻ, കലാം, ശ്യാം സാർ, സനൂപ്, എല്ലാവരും താങ്ക് യു വെരി മച്ച്.